പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വരനാമത്തെ ആശ്രദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു ജീവിതത്തിൽ കുറവുണ്ട് എന്നാൽ അത് ദൈവത്തിന് പ്രവർത്തിക്കാനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ഒരു വാതിലായിട്ട് നമ്മൾ കരുതണം. അല്ലെങ്കിൽ അതിനോർത്ത് നിരാശപ്പെടരുത്. കാര്യം ബൈബിളിൻ്റെ മുഴുവൻ സ്ട്രക്ചറിൽ ഞാൻ എപ്പോഴും അതിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുന്ന പൊതു നിലപാടുകൾ നോക്കും. രക്ഷാകരമായ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി ദൈവം കൈക്കൊള്ളുന്ന ഒരു പൊതു നയമുണ്ട്. അതിൻ്റെ അകത്ത് ആ നയത്തിൽ വരണതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇല്ലേ? ആ വചനം ആൾക്കാരുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ ഉടമ്പടി എടുത്തിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അവർ സാക്ഷ്യം പറയുമ്പോൾ ഈ വചനം കോട്ട് ചെയ്യും. കാര്യം എന്താണ്? മെറിറ്റ്സിൽ അവരവലംബിച്ചിരുന്നെങ്കിൽ അവരൊന്നും ഒരിടത്തും എത്തത്തില്ലായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും പവർഫുള്ളാണ് വചനമെന്ന് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഈശോ തന്ന വചനം ഇതാണ്: നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഒരു വിഷയത്തിൽ യോഗ്യത ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പിന്നാക്കം പോവുകയോ അതിന് ശ്രമിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ സാമ്പത്തികമായ കടങ്ങളാകാം, നമുക്കത് പരിഹരിക്കാനുള്ള മാർഗമില്ലാത്ത അവസ്ഥയാകാം, നമ്മളാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാകാം. അപ്പം സഹായിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടെന്ന് ഉള്ളത് പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ബൈബിള് നമുക്ക് വേണ്ടി വെളിപാട് കൊണ്ടിരിക്കുന്നത്. എന്താണ് ബൈബിൾ പറയണത്? നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിലെന്ന്. സങ്കീർത്തനം 121 1-2 വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പം സഹായം എന്നുള്ള വിഷയം ഉടമ്പടി എപ്പോഴും നോക്കണത് ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള സഹായത്തെയാണ് ഉടമ്പടി ഉന്നം വെക്കുന്നത്. ആ സഹായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് നോട്ട് ബൈ മെറിറ്റിലാണ്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാന വചനം ഉണ്ടല്ലോ, അതായത് എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പം ഇത് നേടിയെടുക്കണത് കൊണ്ട് അതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച് റാങ്ക് വാങ്ങിക്കത്തില്ല, അത് മെറിറ്റ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോഡൽ എടുത്ത് വന്നതിൻ്റെ വെച്ചാൽ ഞാൻ സെക്കൻഡ് റാങ്കാണ്. സെക്കൻഡ് റാങ്ക് എൻ്റെ ഫസ്റ്റ് റാങ്കാൻ പറ്റുകയാണ്. ഞാൻ വിഷയം മറന്നുപോയി. പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. PSC ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കുകാരത്തിയാണ്. എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അതല്ല പ്രശ്നം. ഇപ്പം ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നുവെന്ന്. അപ്പോൾ ഈ ലിസ്റ്റ് ഈ ഇലക്ഷനിൽ പുതിയ ഇലക്ഷൻ എടുത്ത് മന്ത്രിസഭ വരുന്ന മുമ്പ് തന്നെ അതിനെ കാലഹരണപ്പെട്ടു പോകും. അപ്പോൾ മെറിറ്റ്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു മെറിറ്റ്സിലാണ്. റാങ്ക് എന്ന് പറയുന്നത് മെറിറ്റ്സ് അല്ലേ? അപ്പം മെറിറ്റ് ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ യോഗ്യതകൾ കാലഹരണപ്പെടാം. അതുകൊണ്ടാണ് ഈ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഗ്രേസിൽ അവലംബിക്കേണ്ട കാലം ഇതാണ്. അതിന് കാലഹരണപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എപ്പോഴായാലും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ഉടമ്പടി സാക്ഷികൾ ആ ടൈപ്പാണ്. വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല, കിട്ടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കർത്താവ് അവളെ അക്കോമഡേറ്റ് ചെയ്യും ആ ഒരു ജോലിക്ക് വേണ്ടി. പക്ഷെ അവരെല്ലാം ചെയ്യണൊരു കാര്യം, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും കാർക്കശ്യമായി പെരുമാറണമെന്നറിയാവോ? എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കൊച്ചു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിചാരിക്കും, അത് കുറച്ച് നമ്മൾ പരിശ്രമിക്കേണ്ടി വരും, അപ്പോൾ പരിശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ മെറിറ്റിൽ ഉള്ള കാര്യങ്ങളാണത്. അപ്പം അങ്ങനെ വരുമ്പോൾ മിക്കവാറും അത് പരിശ്രമിച്ചാലും കിട്ടാതെ വരും. എന്താ കാര്യം? അവിടെ നിന്നൊരു ദൈവത്തിൻ്റെ ഒരു സ്പേസ് അവിടെ ഇല്ല. ദൈവത്തിൻ്റെ സ്പേസ് ഇപ്പം നമ്മൾ ഓരോരുത്തരെയൊക്കെ ഈ യുദ്ധത്തിൽ ഓരോരുത്തരും മരിക്കുമ്പോൾ എലിമിനേറ്റർ എന്ന് എഴുതി കാണിക്കത്തില്ലേ?
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്പേസ് പലപ്പോഴും നമ്മൾ തന്നെ എലിമിനേറ്റ് ആയി കളയും, വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഉടമ്പടിയിൽ താമസം വരണത്. നിങ്ങളൊരു വിഷയം ഒരു വിശ്വാസത്തിൽ ഞാൻ പലപ്പോഴും ചെയ്യണത്, ഉടമ്പടിയിൽ എപ്പോഴും എല്ലാവർക്കും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. സത്യസന്ധമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസം സത്യസന്ധമായിരിക്കണം. സത്യസന്ധമായ ആൾക്കാർക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരിങ്ങനെ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, അവരിങ്ങനെ ദൈവത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അവർ ടെസ്റ്റ് ചെയ്ത് അവർ തന്നെ വീണ്ടും അവതാളത്തിലാക്കിയുള്ളൂ. മറിച്ച് ചില ആൾക്കാർ തങ്ങളുടെ സത്യസന്ധതയോട് തന്നെ ഉടമ്പടിയിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ വിശ്വാസം സത്യമാണെന്ന് കണ്ടാൽ ദൈവം അവരെ സഹായിക്കും. അതുകൊണ്ട് ഒരിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജപ്തി നടപടിയായാലും അല്ലെങ്കിൽ മകൻ്റെ വിസ പുതുക്കി കിട്ടാത്ത വിഷയമായാലും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾ തോറ്റ് പോയ വിസ ഇൻ്റർവ്യൂ തോറ്റുപോയ വിഷയമായാലും നിങ്ങൾ മനസ്സ് മടിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണിത്. എന്തെങ്കിലും ഒരു ഈടറവ് വന്നാൽ ഉടനെ മനസ്സ് മടുത്തിട്ട്, മനസ്സ് മടുക്കുമ്പോൾ എന്ത് പറ്റും? പ്രാർത്ഥന നിങ്ങളെ കുറക്കും. പിന്നെ എന്ത് ചെയ്യും? പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളെ കുറക്കും, പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കുറക്കും. അപ്പോൾ ഇത് ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയണതാണ്. എന്തെങ്കിലും ഒരു പരാജയം തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയാം. പക്ഷേ നമ്മൾ തട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രേക്ഷിത പ്രവർത്തനം കുറക്കുകയോ, അത് ഈ ഒരു പ്രത്യേകിച്ച് പരാജയ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കുറക്കരുത്. പരാജയ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ദൈവത്തോടുള്ള ഉപവിപ്രവർത്തനങ്ങൾ കുറക്കരുത്. അങ്ങനെ കുറക്കാതെ വരുമ്പോൾ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ സത്യവിശ്വാസമായിട്ടെടുക്കും. കാര്യം അല്ലെങ്കിൽ നമുക്ക് വേറെ തിരിച്ചു പറയാനാണെങ്കിൽ, ഈ നിങ്ങളുടെ വിശ്വാസം സത്യവിശ്വാസമാണെന്നറിയണത് പരാജയ കാലഘട്ടങ്ങളാണ്, വിജയകാലഘട്ടങ്ങളല്ല. ഇനി നിർഭാഗ്യവശാൽ 50% മനുഷ്യരും പരാജയ കാലഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം കാരണം വീണ്ടും പരാജയപ്പെട്ടു പോണത് കാണാം. അവിടെയാണ് ബുദ്ധി വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിന് നമുക്ക് സ്നേഹം മാത്രം പോരാ, ബുദ്ധി കൂടി വേണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിനെല്ലാം ഒരു ബുദ്ധി വേണം. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞിട്ടുണ്ട്, ഗോപുരം പണിയാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ ഒക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെയാണ് ദൈവമായിട്ടൊരു ഡീലും അങ്ങനെയാണ്. ആൾക്കാർ ദൈവമായിട്ടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് സാക്ഷ്യപ്പെട്ട ജീവിതം തുടങ്ങും. പക്ഷെ ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫോഷനായ മനുഷ്യനെന്നാണ് വിളിക്കുന്നത്. ഉടമ്പടി തന്നെ എടുത്തിട്ട് നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അത് കാറ്റഗറൈസ് ചെയ്യണത് നിങ്ങളെ ഫോഷനായ മനുഷ്യനാണ്. അപ്പം നിങ്ങളെ പുതുക്കുമ്പോഴും ഈ നിങ്ങളുടെ ആ ഗ്രേഡ് എപ്പോഴും നോക്കണം. ഗ്രേഡ് നമുക്ക് ഗ്രൗണ്ട്. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ തിരുവൽത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 1/5/2019 8 പ്രാവശ്യം പുതുക്കി. എൻ്റെ പേര് ജിൻസമ്മ ബെന്നി, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കുഴുത്തുള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം സത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ടും അനുഭവം ഉണ്ടായത് ആത്മീയ ജീവിതത്തിലാണ്. പരിശുദ്ധ കുർബാനയിലെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കണ്ണു നിറഞ്ഞ ഈശോയെ സ്നേഹിക്കുവാനുള്ള കൃപയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതുതന്നെയാണ് എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള സാക്ഷ്യവും. നേരത്തെയൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോകുമെങ്കിലും ഒരു ചടങ്ങെന്നതുപോലെ ആയിരുന്നു പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മ ഈശോയെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് തന്നതിൻ്റെ ആ അനുഭവം കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, ഈശോ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ, ഈശോ ദിവ്യകാരുണ്യത്തിൽ ജീവനോടെ നമ്മുടെ ഉള്ളിലേക്ക് അവതരിച്ചിറങ്ങി വരുമ്പോൾ ആ സ്നേഹം എത്ര വലുതാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണെന്ന് ഞാൻ ഈ ലോകത്തോട് തന്നെ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ഈ കഴിഞ്ഞ പുതുക്കലിന് ശേഷം ജനുവരി 25 ഞങ്ങൾക്കും ഏലക്കൃഷിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പറമ്പിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ
കൂടുതൽ സമയങ്ങളും പറമ്പിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കൃപാസനത്തിലെ ആരാധനയും സാക്ഷ്യവും അതുപോലെ ഡാനിയലച്ചൻ്റെ വചനപ്രഘോഷങ്ങളുമൊക്കെ കൂടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഞാൻ കൂടിക്കൊണ്ടിരുന്ന ആരാധന പെട്ടെന്ന് മാറിപ്പോയി. അപ്പോൾ യൂട്യൂബിൽ ഇതിങ്ങനെ തേടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ കല്ലിൻ്റെ താഴെവശത്ത് നിന്നാണ് ഞാൻ പണിയുന്നത്. അപ്പോൾ അതായത് കല്ല് എൻ്റെ തലയ്ക്കൊപ്പത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെ നിന്നിങ്ങനെ പണിതുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു കമ്പ് ഈ കല്ലിൻ്റെ മണ്ടയിലേക്ക് ചാഞ്ഞിരുന്നു. ഒത്തിരി കാടൊക്കെ കയറി നിന്ന സമയം, മഴക്കാലം കഴിഞ്ഞിട്ട് കാടുകൾ അതിഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്ന സമയമായിരുന്നു. അതെല്ലാം ഉണങ്ങി തുടങ്ങിയിരുന്നു. അതെല്ലാം വൃത്തിയാക്കലായിരുന്നു പണിയും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പ് ഞാൻ ഒടിച്ച് കളഞ്ഞപ്പോഴത്തേനും ഒരു ഭയങ്കരമായ ശബ്ദം, ഇങ്ങനെ കരികളെല്ലാം കൂടെ അനങ്ങുന്നു, എന്തോ നടന്നു പോകുന്ന പോലെ. ഞാൻ അന്നേരം ഇങ്ങനെ ഈ കല്ലിൻ്റെ താഴെ നിന്ന് ഞാൻ തന്നെ മാതാവേ വല്ല പന്നിയും പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചുമ്മാന്ന് തലയുയർത്തി നോക്കി. ഒന്നും ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഈ ആരാധന മാറിപ്പോയത് വെക്കുന്നതിൻ്റെ ശ്രദ്ധയിലായിരുന്നു എനിക്ക്. അത് ഈ ഒച്ച ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അതിങ്ങനെ ശകല നേരം കഴിഞ്ഞപ്പോഴത്തേനും ഭൂ എന്നിങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ ചീറ്റുന്ന ഒരു ശബ്ദം കേട്ടു. ഇതെന്നതാ ഈ ശബ്ദം കേൾക്കുന്നതെന്നും പറഞ്ഞ് വീണ്ടും ഞാൻ അകലയിലേക്കാണ് നോക്കുന്നത്, അടുത്തോട്ട് നോക്കുന്നില്ല. ഈ ആരാധന ഞാൻ വെച്ച് അതിന് ശേഷം ഞാൻ പണിയാൻ വേണ്ടി ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ ആഞ്ഞു നോക്കുമ്പം ഒരു ഭയങ്കരനൊരു മൂർക്കം പാമ്പ് എൻ്റെ നേരെ വന്നിങ്ങനെ പത്തി വിടർത്തി നിന്നുകൊണ്ട് ചീറ്റിയ ശബ്ദമായിരുന്നു ആ കേട്ടത്. അത് ഞാൻ നോക്കുന്ന സമയത്ത് ഇത് ഞാൻ അനങ്ങാതെ നിന്നതുകൊണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മൂർക്കം പാമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അനങ്ങുമ്പോഴാണ് അത് പ്രതികരിക്കുന്നത്. അപ്പം ഞാൻ അനങ്ങാതെ നിന്ന് ഈ ഫോണിൽ നോക്കി ഈ ആരാധനയ്ക്ക് നോക്കി വെച്ചതുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ്, അതും പരിശുദ്ധ അമ്മയുടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാമ്പ് ഞാൻ അനങ്ങാതിരുന്നത് കൊണ്ട് അത് പതിയെ പത്തി വിരിച്ച് താഴ്ന്നു പോകുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഇത്രയും വലിയൊരു പാമ്പിനെ കണ്ടിട്ടില്ല. ആ പാമ്പിൻ്റെ അഥവാ അത് കൊത്താനായിട്ടാഞ്ഞെങ്കിൽ എൻ്റെ മുഖത്തിന് മുകളിലേക്കുള്ള ഭാഗത്തെ അതിൻ്റെ കടി കൊള്ളത്തുള്ളൂ. അത്രയും വലിയൊരു അപകടത്തിൽ നിന്നും ഈ പരിശുദ്ധ അമ്മയുടെ ഈ വലിയ സംരക്ഷണമാണ്, പരിശുദ്ധ കുർബാനയുടെ സംരക്ഷണമാണ് എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ പറമ്പിൽ വെള്ളമില്ലാതിരുന്ന സമയത്ത് വേറൊരു പറമ്പിൽ നമ്മൾ ഒരു 3 സെൻറ്റ് സ്ഥലം ഞങ്ങളും വേറെ ആ പറമ്പിൻ്റെ ഉടമസ്ഥനും വേറൊരാളും കൂടി ഒരു കുളം, വലിയൊരു കുളം കുത്തി ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെയും കൃഷിയിടങ്ങൾ നനയ്ക്കാനും മാത്രം വെള്ളം കിട്ടിക്കൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പം നമുക്ക് ആ സ്ഥലം എഴുതി തന്നയാൾ 20-22 വർഷം മുമ്പ് ഈ സംഭവം നടന്ന കാരണം അത് എഗ്രിമെൻ്റ് എഴുതിയെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അപ്പം നമുക്ക് ഈ സ്ഥലം തന്ന ആ ചേട്ടൻ മരിച്ചുപോയി. ആ ചേട്ടൻ ആ സ്ഥലം അവരുടെ മകൾക്ക് സ്ത്രീധനമായിട്ട് അങ്ങോട്ട് കൊടുത്തിരുന്നു. ആ മകളും മരിച്ചുപോയതിന് ശേഷം ആ മകളുടെ മകന് ഞങ്ങൾക്ക് ഈ വെള്ളം തരാൻ വേണ്ടി ബുദ്ധിമുട്ടായി. ഒരു കാരണവശാലും ഞങ്ങൾക്ക് തരത്തില്ല, അത് അവരുടെ സ്വന്തമായിട്ട് വേണം, ഇതിനകത്ത് യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാത്തതുകൊണ്ട് തരത്തില്ല എന്നെല്ലാം പറഞ്ഞ് വാദമായി. അവർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഞങ്ങളുടെ ഭാഗത്ത് എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യാത്തത് കാരണം ഞങ്ങൾക്ക് ആ വെള്ളം കിട്ടത്തില്ലെന്നുള്ള അവസ്ഥയിലായി. ഞങ്ങൾ വഴക്കിനൊന്നും പോയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ വചനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്നായിരുന്നു. ആ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോയില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഒറ്റി കൊടുത്തിരിക്കുകയാണ്, 1 ഏക്കർ സ്ഥലം. ഒറ്റി എടുത്തേക്കുന്ന ആൾക്ക് ഈ വേനൽക്കാലമാകുമ്പോൾ വെള്ളം നനയ്ക്കാൻ വേണ്ടിയതിനാൽ എന്നാൽ നമുക്കൊരു കുഴൽക്കിണർ കുത്തിയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനു വേണ്ടിയൊക്കെ സ്ഥാനം കണ്ടു. അപ്പോൾ ഇതിന് മുമ്പ് 5-6 വർഷം മുമ്പ് ഞങ്ങൾ ഈ പഴയ കുളത്തിലെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് വേനൽക്കാലം ആകുമ്പം നമ്മുടെ സമീപത്തുള്ള 5-6 വീട്ടുകാർക്ക് വെള്ളമില്ലാതെ അവർക്ക് നമ്മൾ ഈ കൃഷിയിടം നനയ്ക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കേണ്ടതായ അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പുതിയ ഇലക്ഷൻ വന്നു. ഈ 6 വർഷം മുമ്പത്തെ ആ മെമ്പർ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഇലക്ഷന് കഴിഞ്ഞപ്പോൾ മെമ്പർ നന്ദി പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ പറമ്പിൽ വെള്ളം കിട്ടുമെങ്കിൽ പഞ്ചായത്തിന് ഞങ്ങൾ 1 ഏക്കർ സ്ഥലം 1 സെൻറ്റ് സ്ഥലം തരാം, അതിൽ വല്ല കുഴൽക്കിണറും അടിച്ച് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം വെള്ളമാകുമല്ലോ എന്ന് പറഞ്ഞു. മെമ്പർ ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചു. പഞ്ചായത്തിൻ്റെ ചെലവിൽ അവരെ കുഴൽക്കിണർ അടിച്ചു. ഞങ്ങൾ 1 സെൻറ്റ് സ്ഥലം ഈ പഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഈ നമുക്ക് ഈ നമ്മുടെ ആദ്യത്തെ കുളത്തിലെ വെള്ളം നമുക്ക് കിട്ടാതായി വന്നു. നമ്മുടെ പറമ്പിൽ നനയ്ക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ ആവശ്യത്തിന് കുഴൽക്കിണറിന് സ്ഥാനം കണ്ട അന്ന് വൈകുന്നേരം നമ്മുടെ പറമ്പിൽ നിന്നും ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ 10-15 വീട്ടുകാർ കൂടി നമുക്കെതിരെ, നമ്മളെക്കൊണ്ട് നമ്മുടെ പറമ്പിൽ കുഴൽ അണിപ്പിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവർ നമുക്കെതിരെ സംസാരിക്കാനും പഞ്ചായത്തിൽ പരാതി കൊടുക്കാനും എന്ത് ത്യാഗം സഹിച്ചും സമരം ചെയ്താണെങ്കിലും നമ്മളെ അതിനുവേണ്ടി സമ്മതിക്കത്തില്ല എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി.
നമ്മൾ പ്രത്യാശ കൈവിട്ടില്ല. ഈ കുഴൽക്കിണർ സ്ഥാനം കണ്ട ആ സ്ഥാനം വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പോയത്. പള്ളിയിൽ പോയിട്ട് ഞാൻ പോയപ്പോൾ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്തോണ്ടായിരുന്നു പോയേ. ഈ കുഴൽക്കിണറുള്ള കുറ്റി വയ്ക്കാൻ നേരവും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കുറ്റി തറച്ചത്. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രത്യാശയോടെ ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കരുത് എന്ന് അമ്മ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഞങ്ങൾ ഈ കുഴൽ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴത്തേനും പലരും പല വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ആയിട്ട് വന്നു. പഞ്ചായത്തിൽ നിന്നും ഒരു കാരണവശാലും കൊള്ളടിക്കാൻ സമ്മതിക്കത്തില്ല, 100 അടി അകലത്തിൽ പോലും പഞ്ചായത്തിൽ നിന്ന് സമ്മതിക്കത്തില്ല, നമ്മുടെ വണ്ടി പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പല വിധത്തിലും നമ്മളെ മാനസികമായിട്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എന്തായാലും നമ്മുടെ പ്രാർത്ഥന മാതാവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ടിരുന്നു, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഴൽക്കിണറിന് വണ്ടി വന്നു, കുഴലടിച്ചു. ഈ എതിർക്കും എന്ന് പറഞ്ഞ് വന്നിരുന്ന ഒരു മനുഷ്യൻ പോലും നമ്മുടെ ആ കോമ്പൗണ്ടിൽ പോലും വരാൻ വേണ്ടി മാതാവ് അനുവദിച്ചില്ല. നമ്മൾ 440 അടിയാണ് സ്ഥാനക്കാരെ സ്ഥാനം പറഞ്ഞത്. 440 അടി ആയപ്പോഴത്തേനും വെള്ളം കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ പ്രദേശത്ത് അത്രയും വെള്ളമുള്ള ഒരു കുഴൽക്കിണറും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഈശോയുടെ മഹത്വം കൂടുതൽ വെളിപ്പെടുവാനുമായിട്ട് അതിടയാക്കി. 520 അടി ആ കുഴൽക്കിണർ താഴ്ക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇഷ്ടം പോലെ വെള്ളം, 24 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് വെള്ളം അടിച്ചാലും തീരത്തില്ലാത്ത വിധത്തിലുള്ള നല്ല ഫലസമൃദ്ധിയായിട്ട് നിറച്ചും അമ്മ മാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് ആ വെള്ളം സാധിച്ചു തന്നു. പിന്നെ നമ്മൾ ആ പഞ്ചായത്തിൻ്റെ ഇപ്പം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കും യാതൊരു കുറവുമില്ലാതെ ആ കുഴൽക്കിണറ്റിൽ നിന്ന് ഈ 15 വീട്ടുകാർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 15 വർഷമായിട്ടൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും അവിടെ ഒരാദായവും ഉണ്ടാകുന്നില്ല. പണിത് മടുക്കുന്നു. എല്ലാ വർഷവും ഞങ്ങൾക്ക് കടബാധ്യത കൂടുന്നതല്ലാതെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് 2019 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും കോവിഡും മറ്റ് പലവിധ കാരണങ്ങളും കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഏറ്റവും മെയിനായിട്ടും സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു. ഇവിടെ വരാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു എനിക്ക് പുതുക്കാൻ പറ്റാതെ പോയത്. 2023 ഞാൻ വീണ്ടും വന്ന് പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസം ഞങ്ങൾ പറമ്പിൽ ചെല്ലുമ്പോഴും ഈ പറമ്പിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അതിൻ്റെ കൂടെ ഞങ്ങൾ മരുന്നടിച്ചാലും വെള്ളമടിച്ചാലും വളം ചെയ്താലും എല്ലാം അതിനകത്ത് നമ്മൾ ഈ ഉപ്പ് കലക്കി പ്രാർത്ഥിച്ചായിരുന്നു. സങ്കീർത്തനം 65 അത് ചൊല്ലിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ഈ കൃഷിയിടങ്ങളിൽ പണി ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടാതെ ഞാനിവിടെ നിന്ന് മാതാവിൻ്റെ ഒരു ചെറിയൊരു രൂപം, കാശ് രൂപമല്ല, രൂപം വാങ്ങിക്കൊണ്ടുപോയി ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഞാനത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പറഞ്ഞ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനിയും ഞങ്ങളെ കഷ്ടപ്പെടുത്തില്ലേ, ഞങ്ങൾ മടുത്തു, കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്, അവരെ പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും ബാധ്യത കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം മുതൽ ഞങ്ങളുടെ ഏലം കണ്ടാൽ ഏലമാണെന്ന് തോന്നും. അതുപോലെ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വിളവുകൾ തരാനും ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾ കടം വാങ്ങിക്കാതെ കൃഷി ഇറക്കാനും അത്യാവശ്യം കുറച്ച് കടങ്ങൾ മാറ്റാനും ഒക്കെ ആയിട്ട് അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി ഉപ്പ് വഴി ഞങ്ങൾക്ക് സാധിച്ചു പോകുന്നു. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാലും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാലും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കരിസ്മാറ്റിക്കിൻ്റെ കപ്പിൾ സെല്ലിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ചേരുകയും ഞങ്ങളതിൻ്റെ സബ് സോണിൽ സർവീസ് ടീം മെമ്പേഴ്സായി ഞങ്ങളെ ഈശോ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതുവഴി കുടുംബങ്ങളിൽ കൂടി ചെന്ന് ഭാര്യാഭർത്താക്കന്മാരെ കണ്ട് അവർ ഈശോയെ കൂടുതൽ അറിയിക്കുവാനും ഈശോയെ അറിയാതെ കഴിയുന്നവരെ അറിയിക്കാനായിട്ട് വചനം പ്രഘോഷിക്കുവാനും വചനം പങ്കുവെച്ചു കൊടുക്കാൻ അവരുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിന് അവർക്ക് ഉത്തരമായിട്ട് ഈശോ നൽകുന്ന വചനം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ സാധിക്കുന്നുണ്ട്. ഈ കപ്പിൾ സെല്ലിൽ ഹസ്ബൻഡ് വരുന്ന സ്ഥലത്ത് സാധാരണ ഭാര്യമാർ പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ വിസമ്മതരായിരിക്കും. നേരെ തിരിച്ചും അങ്ങനെയുള്ളവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർ ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് കുഞ്ഞുങ്ങൾ അത് കണ്ട് വളരുമ്പോൾ അവരും ഈശോയെ കൂടുതൽ മനസ്സിലാക്കുവാനും ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെ സാധിക്കും. അത് ഞങ്ങളുടെ കുടുംബം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ മാതൃക തന്നെയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും ഒരിക്കലും പരിശുദ്ധ കുർബാന മുടക്കാറില്ല. കുഞ്ഞുങ്ങൾ 8 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ടും കുമ്പസാരിച്ചിരിക്കും. ഞങ്ങളും അതുപോലെ തന്നെ 8-10 ദിവസത്തിനപ്പുറം പോകാതെ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച്
കൂടുതൽ വിശദീകരണത്തിൽ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അത് ഈ ഉടമ്പടിയിലൂടെയാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ മാത്രം ഇതിലേക്ക് വന്നതിൽ കാര്യമില്ല. എൻ്റെ ചേട്ടായിയും കുഞ്ഞുങ്ങളും നിന്നെയും ഈശോയെയും കൂടുതൽ അറിഞ്ഞ് നിങ്ങൾ ഈശോയുടെ വലിയ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണേ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത് അങ്ങനെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതിന് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. കൂടാതെ വിശുദ്ധ കുർബാനയിലെ മധ്യത്തിൽ വരുന്ന വചന വായനയിലൊക്കെ എങ്ങനെയെങ്കിലും ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുവാൻ വേണ്ടിയുള്ളൊരവസരം അമ്മ എനിക്കൊരുക്കി തരാനുണ്ട്. ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അമ്മയെ നോക്കി ചിരിച്ച് കാണിക്കും. അമ്മ ചിരിക്കും. എന്നിട്ട് പിന്നെ അഥവാ ഇനി നമ്മൾ പെട്ടെന്ന് സമയം പോയിട്ടാണെങ്കിൽ പെട്ടെന്ന് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അയ്യോ മാതാവിനെ നോക്കിയില്ലല്ലോ, ഇന്നെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഓർത്ത് നോക്കുമ്പോൾ മാതാവിൻ്റെ മുഖം സങ്കടപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. അമ്മേ ഞാൻ വന്നു കേട്ടോ, സോറി നേരം പോയതുകൊണ്ടാണേ നോക്കാഞ്ഞെന്ന് പറയുമ്പോൾ അമ്മ ചിരിച്ച് കാണിക്കും. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ അമ്മ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമുക്ക് കാരുണ്യപ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മുടെ കൃപാസനത്തിലെ പത്രം അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി തിരക്ക് കൂട്ടാറില്ല. ഞാൻ ആ പത്രം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അമ്മേ മാതാവേ, ഇത് ഏത് ഏരിയയിലാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ നോക്കും. അങ്ങനെ ഈ മാതാവിനെക്കുറിച്ച് അറിയത്തില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ഒക്കെ പള്ളിയിലൊക്കെ കൊണ്ടുവന്നാൽ പലരും അവിടെ മിക്കവാറും പേർക്ക് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുള്ളത് കാരണം പത്രം അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളെ നോക്കി ഈശോയെ കൂടുതൽ മനസ്സിലാക്കുവാനും അറിയാത്തവർക്ക് പകർന്നു കൊടുക്കുവാനും വേണ്ടി ഈ കൃപാസനം പത്രം ഞാൻ ഉപയോഗിക്കാറുണ്ട്. തമിഴ് പത്രം വാങ്ങിച്ചിട്ടാണെങ്കിൽ തമിഴ് അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് കൊടുത്ത് അവരെയും ഈ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പങ്കുവെച്ചവർക്ക് വേണ്ടി സാധിക്കുന്നു. കൂടാതെ കാരുണ്യപ്രവൃത്തികളിൽ എനിക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാ ആഴ്ചകളിലും ഒരു 5-6 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം അമ്മ മാതാവ് ഒരുക്കി തരാറുണ്ട്. ഞായറാഴ്ച ഒരു ദിവസമുണ്ടെങ്കിൽ രോഗി സന്ദർശനമായിട്ടും ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള പ്രാർത്ഥനയായിട്ടും മറ്റുള്ളവരുടെ വീടുകളിൽ ഭവന സന്ദർശനം നടത്തിയുമൊക്കെ ആയിട്ട് ഞാനും എൻ്റെ കുടുംബവും മുമ്പോട്ട് പോകുന്നു. കുഞ്ഞുങ്ങൾ 3 പേരും പഠിക്കുകയാണ്. അവരുടെ പഠനത്തിനിടയിലും അവരും പ്രാർത്ഥനയിലും ആരാധനയിലുമൊക്കെ വളരുവാൻ വേണ്ടി അവരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരുണ്യപ്രവർത്തികളും പൊതുവായിട്ട് മെയിനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ പറമ്പിൽ 1 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അങ്ങനെ വെള്ളമില്ലാതിരുന്ന ആൾക്കാർക്കെല്ലാം 10-15 കുടുംബങ്ങൾ സന്തോഷമായിട്ട് വെള്ളമൊക്കെ എടുത്തു പോകുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, പറഞ്ഞാൽ തീരാത്ത ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പാകുന്നു. സങ്കീർത്തനം 23:4 വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഒരുപക്ഷെ രോഗങ്ങളും നഷ്ടങ്ങളും അപകടങ്ങളും കടബാധ്യതകളുമൊക്കെ. ചിലപ്പോഴതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെയുള്ള യാത്രയാവാം. അത്തരമൊരു ഇരുണ്ട അവസ്ഥയിലൂടെ പോകേണ്ടി വന്നാലും ദൈവം തനിക്കൊപ്പമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കളുടെ അവരെ വ്യത്യസ്തരാക്കുന്നത്. ആ ഉറച്ച വിശ്വാസം രക്ഷയും ശാസനയും നൽകുവാൻ നമ്മുടെ കൂടെ ദൈവമുണ്ടെന്നും ശരിയായ പാതയിൽ കൂടെ നമ്മെ നയിക്കാനായിട്ട് നമ്മുടെ പരിശുദ്ധ അമ്മയാണ് നമ്മെ നയിക്കുന്നത് നമ്മൾ പൂർണ്ണ വിശ്വാസമാണ്. നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുവാൻ സാധിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും കഠിനവും ഇരുണ്ട സമയങ്ങളിലും ദൈവ സാന്നിധ്യവും നമ്മെ സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ്, ഉറപ്പാണ് ഉടമ്പടിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി, നമ്മുടെ രക്ഷ. ഈ മകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ആത്മീയ ജീവിതത്തിൽ കൂടുതൽ മാറ്റം ലഭിച്ചു എന്നാണ്. 8 പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സഹോദരിയാണ്. ഇപ്പോൾ ആദ്യമൊക്കെ ഭൗതികമായിട്ടുള്ള വിഷയബന്ധ്യമായുള്ളൊരു ബന്ധമാണ് ഈശോയും അമ്മയുമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 8ാമത്തെ പ്രാവശ്യം പുതുക്കി നിൽക്കുമ്പോൾ, പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ നിൽക്കുമ്പോൾ
ഈ മകളുടെ കൂടുതൽ പ്രാധാന്യം ആത്മീയ ജീവിതത്തിലാണ്. വിഷയബന്ധിതമായ ഒരു ജീവിതത്തിൽ നിന്ന് ആത്മീയ ബന്ധത്തിലേക്കാണ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്കാണ് ഈ മകൾ കടന്നു വന്നിരിക്കുന്നത്. 8ാമത്തെ പ്രാവശ്യം പുതുക്കിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുമായിട്ടും ഈശോയുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം നിലനിൽക്കാൻ സാധിക്കുന്നു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി ജീവിതത്തിലുള്ള മക്കളുടെ ജീവിതത്തിൽ ആ ആത്മബന്ധമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ സാന്നിധ്യവുമാണ് ഓരോ മക്കളും അനുഭവപ്പെടുന്ന. ഓരോ ദിവസവും അവർക്ക് ദൈവത്തിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ മകളുടെ സാക്ഷ്യത്തിൽ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് ഒരു കുഴൽക്കിണറിൽ കുത്തിയപ്പോഴുണ്ടായിരുന്ന തടസ്സങ്ങൾ, പലരും പല വിധത്തിലുള്ള തടസ്സങ്ങളും ഒബ്ജക്ഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടുത്തെ ഒരു വിഷയങ്ങൾ കുഴൽക്കിണർ കുത്താനായിട്ട് ചെന്നപ്പോൾ ഒരൊറ്റ മനുഷ്യർ പോലും ഒരു പ്രശ്നവുമായിട്ട് വന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഉപ്പ് പരിശുദ്ധാമ്മയുടെ ഒരു സാന്നിധ്യമാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ കുഴൽക്കിണർ കുത്തുവാൻ ആരംഭിച്ചത്. അവിടെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവരുടെ പ്രതിസന്ധികളിലെ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുത്ത് ഇവർക്ക് ആ കുഴൽക്കിണർ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. 15 വർഷമായിട്ട് വാങ്ങിയ ഒരു സ്ഥലത്ത് ആദായമില്ലാതെ കിടക്കുകയായിരുന്നു. അവിടെയും വീണ്ടും ഇവർ വിശ്വാസപ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിച്ചത്. അവിടെയും ആ സ്ഥലത്ത് അമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ച്, അതായത് കൃപാസനം അമ്മയുടെ ഒരു രൂപം പ്രതിഷ്ഠിച്ച് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ആദായമില്ലാത്ത ആ സ്ഥലത്ത് അന്നു മുതൽ നല്ലൊരു വിളവ് നൽകിയാണ് ഈശോയും അമ്മയും ഇവരെ അനുഗ്രഹിച്ചത്. അതായത് ഏലകൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇവരെ ഈശോയും അമ്മയെ സഹായിക്കാനുണ്ടായത്. പിന്നെ ഉണ്ടായിരുന്നത് ഈശോയുടെ അമ്മയുടെ ഒരു സംരക്ഷണമാണ്. പാമ്പിൽ നിന്ന് അത് ഈ സഹോദരൻ നല്ല വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വചനം പറയുന്നത് ഇതുപോലെയാണ്: ഇത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൽ സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈയിടെയായിട്ട് നടക്കുന്ന പല സാക്ഷ്യങ്ങളിൽ നിന്നും നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെയും സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കുന്ന ഉടമ്പടി മക്കളെയാണ്. അവരുടെ ഓരോ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നത്. വിശ്വസിക്കുന്നവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അവരെ ഒരിക്കലും ഒന്നും ഉപദ്രവിക്കുകയില്ല എന്നുള്ളതാണ് ഓരോ സാക്ഷ്യം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ എന്തു തന്നെയായാലും ഉടമ്പടി ജീവിതത്തിൽ ഉറച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ ഏറ്റവും കഠിനവും ഇരുണ്ട സമയങ്ങളിലും ദൈവസാന്നിധ്യം നമ്മെ സംരക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾക്ക് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഈശോയുടെ കൂടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. കൂടുതൽ വിശ്വാസ തീഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉടമ്പടി യാത്ര തുടരാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഇവർ ജിൻസമ്മയുടെയും കുടുംബത്തിന് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രുതി. ഞാൻ അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്ക ഇടവങ്കാമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഞാനൊരു നഴ്സാണ്. ഞാനൊരു നഴ്സാന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഹെഡ്ലൈൻ എനിക്ക് തന്നത് അമ്മ മാതാവും ഈശോയും കൂടെ തന്നെയാണെന്ന് ഞാൻ 100% ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം 18 വയസ്സിൽ ഞാൻ വിവാഹിതയായി. ഒരു നഴ്സാവണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. 18 വയസ്സിൽ വിവാഹം കഴിഞ്ഞോടുകൂടി ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നം ഞാൻ അവിടെ വെച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഒരു നീണ്ട 13 വർഷത്തിന് ശേഷം എൻ്റെ അനിയത്തി വഴിയായിട്ട് നിനക്ക് നഴ്സിംഗ് ഇഷ്ടമായിരുന്നല്ലോ, നഴ്സിംഗ് ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് അവൾ പറഞ്ഞത് കേട്ട് നഴ്സിംഗ് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്കും നഴ്സിംഗൊക്കെ തുടങ്ങി 1 മാസമൊക്കെ കഴിഞ്ഞു. ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി എറണാകുളം വരെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ അഡ്മിഷൻ കിട്ടുമെന്ന് ശ്രമിച്ചു, കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് എടപ്പള്ളിയിലെ ഒരു സിസ്റ്റർ വഴിയായിട്ട് മരടിലെ PS മിഷൻ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി.
13 വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പിന്നെ അന്നത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രെസ്ഫുള്ളായിരുന്നു. എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ മാതാവിലും ഈശോയിലും വിശ്വസിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞത്, വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പഠിക്കുന്നത്, പൈസയുടെ കാര്യത്തിലായാലും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഒരു സപ്ലി പോലും ഇല്ലാതെ മാതാവിനെ നീ ജയിപ്പിച്ചേക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അമ്മ മാതാവും ഈശോയും ഒരു സപ്ലി പോലും ഇല്ലാണ്ട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ 35ാമത്തെ വയസ്സിൽ എനിക്ക് നേഴ്സാവാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നു. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യം. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കാലുവേദന ഉണ്ടായിരുന്നു. ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോൾ തുടങ്ങി ഒരു 4 വർഷത്തോളം എനിക്കൊരു കാലുവേദന ഉണ്ടായിരുന്നു. കാലുവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പുറ്റിയുടെ മുകളിലത്തെ എല്ലാം ഒടിഞ്ഞു പോകുന്നൊരു വേദനയായിരുന്നു എനിക്ക്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. ഒരു 10 മിനിറ്റ് പോലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു വേദനയായിരുന്നു. ഞാൻ മെഡിസിനൊന്നും എടുത്തിട്ടില്ല, ഡോക്ടേഴ്സിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്താണ് അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇതിനു മുന്നേ റാലിക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ആ റാലിക്ക് കൂടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടൊരു കൊന്ത ഉണ്ടാകുമായിരുന്നു. റാലിയുടെ തലേ ദിവസം ഈ കൊന്ത നഷ്ടപ്പെട്ടു. എന്നിട്ടും ഞാൻ വരില്ല എന്ന് ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ വരും എന്നുള്ള ഉറച്ച വാശിയിലൂടെ ഞാൻ റാലിക്ക് വന്നു. റാലിക്ക് ഇവിടെ വന്ന് ബസ് ഇറങ്ങി ഒരു 2 അടി വെച്ചപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കാലുവേദന തുടങ്ങി. ഞാൻ നേരെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ എൻ്റെ കൊന്ത നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പകുതി ജീവൻ ഇപ്പം തന്നെ എനിക്കില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടു നടന്ന കൊന്ത എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ റാലിയും കൂടെ എനിക്ക് നീ പൂർത്തിയാക്കാണ്ട് എൻ്റെ അടുത്ത് ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് റാലിയിൽ എന്തായാലും പൂർത്തിയാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ റാലിക്ക് ഇറങ്ങി. ആ ഒരു വേദന ഈ നിമിഷം വരെ എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതിന് അമ്മ മാതാവിനും ഈശോയോടും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയാനായിട്ട്, എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി ഫുള്ളും പ്രൈവറ്റ് പാർട്സിൽ, ബ്രസ്റ്റിൻ്റെ അവിടെ, കക്ഷത്തിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കര അലർജിയായിരുന്നു. ഞാനൊരു 3 മാസത്തോളം പല ഡോക്ടേഴ്സിനെ കണ്ടു, പല മെഡിസിൻസ് കഴിച്ചു. എനിക്ക് 3 മാസം കണ്ടിന്യൂസ് എനിക്കൊന്നും ആൻറ്റിബയോട്ടിക് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് മാറാതിരുന്ന ഒരു ദിവസം രാത്രി കലശലായിരുന്നു എനിക്ക് ചൊറിച്ചിൽ. ഞാൻ രാത്രി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞാനൊരു ചൂടുവെള്ളത്തിൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് അതിലൊരു 3 തുള്ളി ഉടമ്പടി തൈലം ഒഴിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുളിച്ചു. ആ ഒരു കുളിയോടുകൂടി എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു. പിന്നീട് എൻ്റെ അലർജി എപ്പം മാറിപ്പോയി, എങ്ങനെ മാറിപ്പോയി എന്നൊന്നും എനിക്കറിയില്ല. ഒരു മെഡിസിനും ഞാൻ എടുത്തിട്ടില്ല. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ വീട്ടിൽ സ്വർണം കാണാതെയായിരുന്നു. എൻ്റെ അനീതിയുടെ സ്വർണം എവിടെ പോയി എന്ന് ആർക്കും ഒരു പിടിയില്ല, എങ്ങനെ പോയി എന്ന് പിടിയില്ല. ഞാൻ എന്നിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, മതിലിൻ്റെ സൈഡിൽ, അത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലൊരു മതിലുണ്ട്, ആ മതിലിൻ്റെ അപ്പുറത്തൊരു പറമ്പാണ്, അവിടെ പോയി നോക്കുക എന്നിങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വീടിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ സ്വർണ്ണമാണ്, അവൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്, വെക്കേഷന് വേണ്ടി വീട്ടിൽ വന്നതാണ്. എൻ്റെ കയ്യിൽ നിന്നായിട്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം തന്നെയായിരുന്നു. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എനിക്ക് അത് മാതാവ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിക്കുമായിരുന്നു, നീ അവിടെ പോയി നോക്ക് എന്ന്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് മാതാവും ഈശോയും വഴി കിട്ടിക്കുന്ന സാക്ഷ്യങ്ങൾ. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പത്രം വിതരണം ചെയ്യണമല്ലോ എന്നുള്ളൊരു വിചാരത്തോടു കൂടി സ്കൂളിൽ പഠിക്കും പിള്ളേരുടെ കയ്യിലൊക്കെ ഞാൻ കൊടുത്തു വിടായിരുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്, അവരുടെ കയ്യിൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സിനും കൂട്ടുകാർക്കും കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു വിടാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പത്രം ഇങ്ങനെയല്ല കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. പിന്നത്തെ മാസങ്ങളിൽ ഞാൻ പത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ വചനങ്ങൾ എഴുതി ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ആ ഏരിയയിൽ ഞാൻ കൊടുക്കത്തില്ല. കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ചിലപ്പോൾ വെയിലത്തൊക്കെ നടന്ന് ഞാൻ പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. പലവരും എന്നെ വിളിച്ചിരുത്തി ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ഇതുള്ളതാണോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്തൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഞാൻ അവരുടെ അടുത്ത് ചിലപ്പോൾ 10-15 മിനിറ്റ് വെയിലത്ത് നിന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, എനിക്ക് ജോലി ആയിട്ടില്ല എങ്കിൽ പോലും എൻ്റെ മുന്നിൽ ഒരാൾ എന്തെങ്കിലും ചിലപ്പോൾ പൈസയായിട്ടായിരിക്കില്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനായിട്ടായിരിക്കും, എന്തെങ്കിലും
അങ്ങനെ എൻ്റെ മുന്നിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ വെറും കൈയോടെ ഞാൻ പറഞ്ഞു വിടാറില്ല. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. പഠിക്കുന്ന സമയത്തായാലും എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. മറ്റുള്ളവർ ഇപ്പോൾ നഴ്സിംഗ് പഠിച്ച സമയത്താണെങ്കിൽ ട്രെയിനിങ് പീരീഡിൽ ഹോസ്പിറ്റലിൽ പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഒരു വീട്ടുകാരുടെ അടുത്ത് ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് കെയറിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഫഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതേ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ അവരോട് ഞാൻ പെരുമാറാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി പള്ളി പോവാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം പള്ളി പോകാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയേ പിന്നെ ഈ 2025 ഉടമ്പടി പുതുക്കിയേ പിന്നെ എല്ലാ ദിവസവും പള്ളി പോകണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. ഒരു ദിവസം പോലും കുർബാന മുടക്കാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഡെയിലി പ്രാർത്ഥന ചൊല്ലും, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. വാട്സപ്പിലും അല്ലാണ്ടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബൈബിൾ വായിക്കും. അത് അരമണിക്കൂറൊന്നുമില്ല, എനിക്ക് എപ്പോഴൊക്കെ ബൈബിൾ വായിക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ ഞാൻ എനിക്ക് ആദ്യമൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ അടുത്തൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. ഭയങ്കര ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്താ എന്നോട് മിണ്ടാത്തതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അവരുടെ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ ഈശോയോടും മാതാവിനോടും കൂടെയാണ്. എനിക്കിപ്പോൾ സ്ഥിരം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കില്ല. പക്ഷേ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ സംസാരിക്കുന്നത് മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്താണ്. ഒരു ദിവസം പോലും അവരുടെ അടുത്ത് സംസാരിക്കാണ്ടോ ഞാൻ കിടന്നുറങ്ങാറില്ല. ഈശോയെ എന്നോട് പറയുന്നതും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ അത് ഉച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ ആയിരിക്കും. ഈശോയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അത് ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. മുമ്പോട്ടുമുള്ള ജീവിതവും ഉടമ്പടി പ്രകാരം വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ മുന്നോട്ട് എൻ്റെ മരണം വരെ ഞാൻ ജീവിക്കുമെന്നും ഞാൻ ഈശോയ്ക്ക് ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഞാനിവിടെ സമർപ്പിക്കുന്നു. യെശയ്യാ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ശ്രുതി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ ആത്മീയ ബോധ്യങ്ങളെയും ജീവിത നവീകരണ രീതികളെയും ദൈവാനുഭവങ്ങളെയും നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൂചിപ്പിച്ചത് വിവാഹശേഷം 13 വർഷത്തിന് ശേഷം മകൾക്ക് നഴ്സിംഗ് പഠനത്തിലേക്കുള്ള വാതിൽ തുറന്നതിനെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൺമുമ്പിൽ വർഷങ്ങൾ ഒരു നിമിഷങ്ങൾ പോലെയുള്ളൂവെന്ന് വചനപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ശുദ്ധമായൊരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അനുവദിച്ച് തരുന്ന വിധത്തിലും നമ്മളെ അതിലേക്ക് നയിക്കും വിധവും ദൈവം പദ്ധതികൾ ഒരുക്കുമെന്നും നമുക്കറിയാം. അതിൻ്റെ നല്ലൊരു സാക്ഷ്യമാണ് മകളുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അത് കുഞ്ഞുനാളുള്ള ആഗ്രഹം നേഴ്സാകണം, 18 വയസ്സിൽ വിവാഹം നടന്നതുകൊണ്ട് അത് ഏതാണ്ട് പൂർണ്ണമായി ഉപേക്ഷിച്ച വിഷയം. എന്നാൽ 13 വർഷത്തിന് ശേഷം അതിനുള്ളൊരു വാതിൽ തുറക്കുകയും അത് ഒരു വിഷയം പോലും ഒരിക്കൽ പോലും പരാജയപ്പെടാതെ നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് മകളെ സഹായിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പില്ല. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്ന ഒരു നിയോഗത്തിന് ദൈവത്തിൻ്റെ സമയത്തിൽ അത് കൃത്യമായ ഫലം പുറപ്പെടുവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കഴിവിനെക്കുറിച്ചോ നമ്മുടെ പരിമിതികളെക്കുറിച്ചോ ദൈവസന്നിധിയിൽ ആവലാതിപ്പെടേണ്ടതില്ല. നമ്മുടെ സാധ്യതകളെക്കുറിച്ചോ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചോ ദൈവസന്നിധിയിൽ നിരന്തരം സങ്കടപ്പെട്ട് നിരാശപ്പെടേണ്ടതുമില്ല. ജീവിതത്തെ ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ സമർപ്പിതരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ദൈവം അവൻ്റെ വഴികളും അവൻ്റെ നന്മകളും നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഒരുക്കുന്നത് നമുക്ക് കാണാനാവും. അതിന് ഉദാഹരണമായി തന്നെ മറ്റൊരു സാക്ഷ്യം സൂചിപ്പിച്ചത് അവൾ കാലുകൊണ്ട് നടക്കുവാൻ പ്രയാസമുണ്ട്, ഉപ്പുറ്റിയിൽ സാരമായ വേദനയും അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. എങ്കിലും അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കണം, 14 കിലോമീറ്ററുള്ള ഈ റാലിയിൽ പങ്കുചേരണമെന്ന ആഗ്രഹത്തോടു കൂടി മകൾ വരുന്നതും ആദ്യ ചുവടുകൾ വയ്ക്കുമ്പോൾ തന്നെ വീണ്ടും മകൾക്ക് സ്ഥിരമായുള്ള അതേ വേദന ആരംഭിച്ച് മുന്നോട്ട് പോകുവാനാകുമോ എന്നറിയാതെ വിഷമിച്ചതിനെക്കുറിച്ചുമാണ്.
അത് അവരുടെ പരിമിതിയാണ്, രോഗാവസ്ഥയാണ്, ക്ലേശമാണ്. എന്നാൽ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ വിഷയത്തെ പോലും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾക്കോ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കോ മാറ്റം വരുന്നത് അനുഭവിക്കുവാനാവും. അതിനെയാണ് മകൾ സൂചിപ്പിച്ചത്. ഇവിടുന്ന് അവിടം വരെയും അമ്മ കൈകളിൽ എന്നതുപോലെ കൊണ്ടു നടന്ന് ആ ജപമാല റാലി പൂർത്തീകരിച്ചെടുക്കുവാൻ സഹായിച്ചുവെന്ന്. അമ്മയ്ക്ക് നിമിഷങ്ങൾ മതി ഒരു അനുഗ്രഹം നമുക്ക് നൽകുവാൻ. മകൾ അതിനെയാണ് സൂചിപ്പിച്ചത്. എനിക്ക് അലർജിയുടെ ശക്തമായ അസുഖങ്ങളുണ്ടായിരുന്നു. അത് ഏറെ വർഷങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നവുമാണ്. എന്നാൽ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് ഒന്ന് കുളിച്ചതിന് ശേഷം പിന്നീട് ഇന്ന് വരെയും എനിക്കതിൻ്റെ പ്രശ്നങ്ങളില്ല. പ്രിയമുള്ളവരെ, ഉടമ്പടി ഉറപ്പായും ദൈവിക വാഗ്ദാനങ്ങൾ അപ്പോൾ നമുക്ക് കൈമാറി തരുവാൻ ശക്തിയുള്ള സ്രോതസ്സാണ്. ആ ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തതയുള്ള ബന്ധമാണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ് നമുക്കത് വേഗത്തിൽ സാധിക്കുന്നത്. ഈ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞു തീർക്കുമ്പോൾ ശ്രുതി പറയുന്നത് അതാണ്. ഈശോയോട് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്, ഈശോ പറയുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മകൾ പറയുന്നത്, ഞാൻ വീട്ടിലിങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറയുന്നുണ്ട്, മതിലിനരികിൽ പോയി നോക്കുന്ന. അത് തോന്നലായിട്ട് അല്ലാത്തവർക്കെടുക്കാം. എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ പോകുന്നു, അതിൽ കൂടെ കടന്നുപോയൊരു വിഷയമായിട്ട് എടുക്കാം. പക്ഷേ ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവർക്ക് ദൈവികമായ സന്ദേശമാണത്. മകൾ പറയുന്നുണ്ട്, ഞാൻ ചെല്ലുന്നിടത്ത് ഒരു പേപ്പറിൽ പൊതിനവിടെ സ്വർണം കിടപ്പുണ്ട്. സന്ദേശങ്ങൾ എപ്പോഴും അത് ഉടമ്പടി നിയോഗം അനുഗ്രഹമാകുവാനുള്ള വഴികൾ കൂടിയാണ്. അതുകൊണ്ടാണ് മകൾ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിനും ദൈവികമായ കയ്യൊപ്പോടുകൂടി അത് അനുഗ്രഹത്തിൻ്റെ തുടർച്ചകളായി നമുക്ക് കാണാനാവുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിൽ ഒരു നിബന്ധന പറയുമ്പോൾ, ഒരു കാര്യം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുമ്പോൾ അത് ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നവരാണോ? അതാണ് മകൾ പറയുന്നത്. അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അരമണിക്കൂർ നോക്കിയല്ല, എപ്പോഴൊക്കെ എനിക്ക് ഇത്തിരി സമയം കിട്ടുമോ, എപ്പോഴൊക്കെ ഒന്ന് ബൈബിൾ തുറക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നുമോ, അപ്പോഴൊക്കെ ഞാനെടുത്തത് വായിക്കും. കാരണം അത് എന്നോട് പറഞ്ഞിരിക്കുന്ന നിബന്ധന കൊണ്ടല്ല, മറിച്ച് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അതാണ് ഉടമ്പടിയിൽ നമുക്ക് വരേണ്ട വളർച്ച എന്നത്. ഉടമ്പടിയുടെ ഓരോ കാര്യവും ഒരു പാപം ചെയ്യില്ലെന്ന് തീരുമാനിക്കുന്നത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നത് കൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് ഉടമ്പടിയിൽ അരമണിക്കൂർ പറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന ഏറ്റവും വ്യക്തമായൊരു വഴിയാണത്. അതിൽ നിന്ന് എത്ര കണ്ട് എനിക്ക് അടുത്തിരിക്കുവാൻ, എൻ്റെ കർത്താവിന് അടുത്തിരിക്കുവാൻ സാധിക്കുമോ, ഞാൻ അതുകൊണ്ട് ആ വചനപുസ്തകവുമായി അടുത്തിരിക്കുമെന്ന്. ഇത് ഉടമ്പടിയിലൂടെ ഈ ഒരു വളർച്ചയിലേക്ക് നാം മാറുമ്പോഴാണ് നമുക്ക് കൃപകൾ നിറയുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടി ജീവിക്കുന്നവരാവും. ഈ കാര്യവും അനുഗ്രഹവും കൃപയും തമ്മിലുള്ള വ്യത്യാസം, കൃപ നമുക്ക് നിലനിൽക്കുന്നതാണ്. ദൈവവുമായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ബന്ധം അത് നിലനിൽക്കുന്നതാണ്. ഈശോ തരുന്ന സമാധാനം അത് നിലനിൽക്കുന്നതാണ്. ഈശോ തരുന്ന പ്രത്യാശ അത് നിലനിൽക്കുന്നതാണ്. നമുക്ക് ഉടമ്പടിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കർത്താവേ, നിലനിൽക്കുന്നത് നീ എനിക്കെപ്പോഴും തന്നുകൊണ്ടിരിക്കണമേ. കൃപ നീ എപ്പോഴും എനിക്ക് തന്നുകൊണ്ടിരിക്കണമേ. എന്നോട് പറയപ്പെട്ടിരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഞാൻ വളരെ സമർപ്പണമുള്ള മനസ്സോടുകൂടി നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യവും ആ പറഞ്ഞതിലധികം എത്രത്തോളം ആകാമോ അത്രയധികം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ നിൻ്റെ അരികിൽ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ പറ്റണം. ഇനി ചില കുറവുകൾ നമ്മൾ തന്നെ ഉടമ്പടി ജീവിതത്തിൽ കണ്ടെത്തും. അത് സഹോദരി സൂചിപ്പിച്ചു. ആദ്യം ഈ പത്രമൊക്കെ എങ്ങനെ കൊടുക്കും? പിള്ളാരുടെ കയ്യിൽ കൊടുത്തുവിട്ട് സ്കൂളിലെ കൂട്ടുകാർക്കും കന്യാസ്ത്രീ അമ്മമാർക്കും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു വിട്ടു. പക്ഷെ പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ക്ലാരിറ്റി കിട്ടി. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യുന്നതിലല്ല, ഓരോ കാര്യവും അതർഹിക്കുന്ന വിശുദ്ധിയോടും അതർഹിക്കുന്ന പ്രാധാന്യത്തോടും അതർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുമെന്ന പ്രത്യാശയോടും കൂടി ചെയ്യുമ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുന്നത്. അതിനുശേഷം ഒരു പത്രം കൊടുക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. ഒരു പത്രം കൊടുക്കുമ്പോൾ അത് വായിക്കുന്നവർക്ക് അനുഗ്രഹമാകണം എന്ന ദൈവനാമത്തെ വിളിച്ചുകൊണ്ട് അത് കൈമാറുവാനുള്ള ഒരു തീഷ്ണത ഉള്ളിൽ വരുന്നുണ്ട്. ഇത് ഉടമ്പടിയുടെ വളർച്ചയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഈ ഒരു ആത്മീയ വളർച്ചയിലൂടെ കൃപയിൽ നിറയുവാനുള്ള ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വാഭാവികമായും ജീവിതം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ അമ്മ മാതാവും ഈശോയും അനുഗ്രഹങ്ങൾ അതിനൊപ്പം നൽകിക്കൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്
ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്. പേര് മേരി റിനി. ഞാൻ പള്ളിത്തോട് ഇടവക അംഗമാണ്. ഞാൻ 2021 സെപ്റ്റംബർ 29 ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടി നിയോഗമെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലിയായിരുന്നു. കാരണം ഞാൻ 2018 മുതൽ ഒരു CBSE സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം എൻ്റെ ഹസ്ബൻഡ് ആകസ്മികമായി മരിച്ചതുകൊണ്ട് എനിക്ക് പിന്നെ മുന്നോട്ട് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം കൊറോണ വന്നു. അതിനുശേഷം ഇവിടെ ഉടമ്പടി തുടങ്ങിയപ്പോൾ വന്ന് ഉടമ്പടി എടുത്തു. കാരണം ഏജ് ഓവറാകാൻ പോകുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് പുതുക്കാൻ സമയമായപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള മിസ്സുമാരോട് പറയും, മിസ്സേ ഇനി ഞാൻ ഈ സ്കൂളിന് ഈ ജോലിയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അടുത്ത വർഷം ഞാൻ വേറെ എന്തെങ്കിലും ജോലി നോക്കും. കാരണം എനിക്കിത് പറ്റില്ല. അപ്പോൾ അവരും ഉടമ്പടിയിലൊക്കെ ഉള്ളവരായതുകൊണ്ട്, അവരും ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായതുകൊണ്ടും എന്നോട് പറയുമായിരുന്നു, വിഷമിക്കേണ്ട, നീ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുതുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു മാർച്ചൊക്കെ ആയപ്പോൾ സ്കൂളിലെ ലീവൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം ലീവ് എടുത്ത് നീ ഉടമ്പടി പുതുക്കൂ, എന്നിട്ട് അമ്മയോട് ഈ നിയോഗം പറയൂ. കാരണം ഏജ് ഓവറായി, ഇനി സമയമില്ല. PSCയിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിട്ട് അതിൽ നിയമനവും നടന്നില്ല. അപ്പോഴേ ഞാനൊരു മാർച്ച് 5 ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയും 2022 മാർച്ച് 5 ഉടമ്പടി പുതുക്കുകയും ആ ദിവസം തന്നെ എനിക്കറിയാൻ സാധിച്ചു, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് LP സ്കൂളിലേക്ക് പുതിയ ടെസ്റ്റ് നടത്താൻ പോകുന്നു. ആ മാർച്ച് മാസത്തിൽ തന്നെ ടെസ്റ്റിനുള്ള ഗൂഗിൾ ഫോം വരികയും ഞാനും അതിനപേക്ഷിക്കുകയും ചെയ്തു. ഏപ്രിൽ 2 എൻ്റെ ടെസ്റ്റ് നടന്നു. ഒരു 130ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമമായിരുന്നു, കിട്ടുമോ എന്ന് അറിയില്ല. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അറിയിപ്പുണ്ടായി. ഏപ്രിൽ 30 ഇൻ്റർവ്യൂ നടക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു കോൾ വരികയാണ്. കാരണം ഉടമ്പടി പുതുക്കി ആ 90 ദിവസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഒരു 8 പേരോളമുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ആദ്യം ഒരു 8 വേക്കൻസി ഉണ്ട്, ഇന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഓരോരുത്തരെയാണ് വിളിക്കുന്നത്. ഇന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. സാധാരണ മാനേജ്മെൻറ്റിൽ ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു അനുഭവം ഉണ്ടായി. വീട്ടിലിരുന്ന് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 എന്നൊരു നമ്പർ ഒരു സ്ത്രീ ശബ്ദത്തിൽ എനിക്ക് കേട്ടു. അപ്പോൾ ഞാൻ വാതിക്കെ ചെന്നിട്ട് അമ്മച്ചി ആയിരിക്കുമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ ആരുമില്ല. അമ്മച്ചി അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോരുത്തരെയായിട്ട് അച്ഛനെ സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജൂണിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടാകും. ജൂൺ 1 ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും അപ്പോയിൻമെൻറ്റ്. നിങ്ങൾ 8 പേര് ആദ്യം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നിൻ്റെ റാങ്ക് 2 ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ 1 തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക്, ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. ആ നിയമനം ലഭിച്ച 1 വർഷത്തിന് ശേഷം അപ്പോൾ ഒരു ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി വിധി വന്നു. ഭിന്നശേഷി സംവരണം പാലിക്കാത്തത് കൊണ്ട് മാനേജ്മെൻറ്റ് നിയമിച്ച നിയമങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. കൂടുതൽ വിഷമത്തിലായി. ഞാൻ മാതാവിനെ തന്നെ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, നീയും ഈശോയും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, ഇതിൽ നീ ഇടപെടണം. അങ്ങനെ 1 വർഷത്തിന് ശേഷം ജൂൺ ആയപ്പോഴേക്കും ഒരു AE ഓഫീസിൽ നിന്നൊരു അറിയിപ്പുണ്ടായി, അപ്പോയിൻമെൻറ്റ് പാസ്സാക്കുന്നു എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു റെഗുലറൈസ് ചെയ്ത് പാസ്സാക്കിയായിരിക്കുമെന്ന്. പക്ഷേ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നപ്പോഴാണ് അറിയുന്നത് അത് ഡെയിലി വേജായി പാസ്സാക്കിയാണെന്നുള്ളത്. നല്ല വിഷമം തോന്നി. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിച്ചു, ഈശോയെ, നീ എനിക്കൊരു സ്ഥിരം ജോലിയല്ലേ തന്നത്, പിന്നെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഏജ് ഓവറായി, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു മാറ്റിവെക്കലോ ഇങ്ങനെ ഒന്നും സാധിക്കില്ല, ഏജ് ഓവറായി. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കിട്ടിയ വചനം ഏശയ്യാ 69:9 കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ ഈശോയുടെ കയ്യിൽ കൊടുത്ത വിഷയമാണ്, ഇതിൽ ഈശോ ഇടപെടും. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നോടുള്ള എൻ്റെ ഉടമ്പടി പുതുക്കലിലേക്ക് എൻ്റെ നിയോഗമായി ഇത് ഞാൻ വെക്കുമായിരുന്നു. ഈശോയെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകരുത്, എനിക്കിനി ഒന്നും, എന്നെ സംബന്ധിച്ചിടത്തോളം ഏജ് ഓവറായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവൺമെൻറ് പുതിയൊരു ഓർഡർ ഇറക്കി. സുപ്രീം കോടതി NSSന് നൽകിയ വിധി അനുസരിച്ച് മാനേജ്മെൻറ്റുകൾ ഭിന്നശേഷി സംഭരണത്തിനുള്ള സീറ്റുകൾ ഒഴിച്ചിടുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്ത സാലറി സ്കെയിലിലേക്ക് പാസ്സാക്കുന്നുവെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അതിൽ ഉൾപ്പെടുകയും ഈ ചൊവ്വാഴ്ച മാർച്ച് 17-ാം തീയതി എൻ്റെ അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്ത് ഞാൻ എന്ന് ജോയിൻ ചെയ്തോ അന്നു മുതൽ ഉള്ള എൻ്റെ ആ സർവീസ് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ പോസ്റ്റ് റെഗുലറൈസ് ചെയ്ത് ശമ്പള സ്കെയിലിലേക്ക് പാസ്സാക്കി ഓർഡറാക്കി. ആ ഓർഡറുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയോട് ആദ്യം പറയണമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയോട് തന്നെയാണ് ആദ്യം പറയുന്നത്. എൻ്റെ വീട്ടിൽ പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്കൂളിലെ അധ്യാപകർക്കല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. അമ്മയോട് പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ വീട്ടിൽ കൂടെ അറിയിക്കുമെന്ന്. ഒരു അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന്, കാരണം ഒരു യോഗ്യതയും എനിക്കുണ്ടായിട്ടല്ല, ഈ അമ്മ തന്ന ഒരു അനുഗ്രഹം കൊണ്ട്, ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹമാണിത്. എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും അല്ലാതെ വേറെ ആരുമില്ല. അവർ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. 1000 നന്ദി പറയുന്നു. അല്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ കാലയളവിൽ ഈശോ തന്നിട്ടുണ്ട്. എനിക്ക് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. 2 വർഷമായിട്ട് പൊടി അലർജിയാണ്. അതുപോലെ തന്നെ തണുത്ത എന്തെങ്കിലും കഴിക്കുകയോ കാറ്റ് കൊള്ളുകയോ അങ്ങനെ ഭയങ്കരമായിട്ട് രാവിലെ ബുദ്ധിമുട്ടുമായിരുന്നു. തുമ്മലാണ്. ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോൾ തുമ്മൽ തുടങ്ങിയ പിന്നെ ഒരു 2-3 കർച്ചീഫുകളായിട്ടാണ് പോണത്. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. തുമ്മൽ എന്നിട്ട് മഴ പെയ്യുന്നത് പോലെയാണ് മൂക്കിൽ നിന്ന് വരുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ എനിക്ക് ഒരുപാട് സഹനങ്ങൾ തന്നു, അത് ഞാനെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. ഇതും ഒരു സഹനമായി നീ തരികയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ പോയിരിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ആകുമ്പോൾ ഇങ്ങനെ തുമ്മി മറ്റുള്ളവർക്കൊരു ശല്യം. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, നിൻ്റെ തിരുക്കുമാരൻ്റെ പീഡാസഹനങ്ങളുടെ കുറവുകളോട് ചേർത്ത് ഞാനിത് വെക്കുന്നു, നീ ഇത് സ്വീകരിക്കണമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ടോക്കിൽ അങ്ങനെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ പീഡാസഹനങ്ങളുടെ കുറവുകളോട് ചേർത്ത് വെക്കണമെന്ന് പറയുകയാണ്. അത് കേട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ അസുഖം ഇങ്ങനെ പൂർണ്ണമായും മാറി. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഞാൻ എല്ലാ ദിവസവും ഗുളിക കഴിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ഉറക്കം വരുന്ന പോലെ തോന്നും. എങ്കിലും അത് കഴിക്കാതെ പോയി നിന്നാൽ ആ ജലദോഷം കൊണ്ട് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ നിന്ന് തുമ്മി ഇങ്ങനെ നിൽക്കണം. അവർക്കും അത് പകരുമോ എന്നോർത്ത് ഞാൻ പേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഗുളികയും കഴിക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ എൻ്റെ മകന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ ഹോൾ ചെറുതായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, അവന് സർജറി ചെയ്യണം, അനസ്തേഷ്യ കൊടുക്കണം, ഇപ്പോൾ ഒരു 10 വയസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനുശേഷം ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് സർജറി ഇല്ലാതെ തന്നെ അത് മാറി. പിന്നെ ഒരു ഡോക്ടറെയും കാണിക്കേണ്ടി വന്നില്ല, അത് പൂർണ്ണമായി മാറി. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഇത് പിന്നെ ഈ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു കൂൾ എക്സാം പാസ്സാകണമായിരുന്നു. അതും ഞാൻ നിയോഗത്തിൽ വെച്ചു, അതും പാസ്സാകാൻ സാധിച്ചു. ചെറുതും വലുതുമായ അനുഗ്രഹം മാതാവ് ഈശോയിലൂടെ എനിക്ക് നേടിത്തന്നിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഞങ്ങൾ അധ്യാപകർ കൂടിയൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ഞങ്ങൾ അഖണ്ഡ ജപമാല എല്ലാ മാസവും 2ാം ശനിയാഴ്ച നടത്താറുണ്ട് ഓരോ വീടുകളിൽ. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഹോസ്പിറ്റൽ മിഷൻ പോലെ നടത്താറുണ്ട്. എല്ലാവരും പൈസ കളക്ട് ചെയ്ത്. അപ്പോൾ ക്യാൻസർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കാറുണ്ട്. അവിടെ പോയി രോഗികളെ സന്ദർശിക്കുകയും പത്രവിതരണം നടത്തുകയും അവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ മറ്റുള്ളവരും നമ്മളോട് സഹായം ചോദിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനകോടി നന്ദി പറയുന്നു. എനിക്ക് അല്ലാതെ സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി. എനിക്ക് ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ഞാനിവിടുന്ന് ഈ ജോലി ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള അധ്യാപകർ ഇതുപോലെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അവരൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്ന് പറയും. അപ്പോൾ അവരെന്നോട് പറയുന്നത്, നീ പ്രാർത്ഥിക്കുക, നിൻ്റെ വിളി എന്താണെന്ന് നീ മാതാവിനോട് ചോദിക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുകയാണ്, അമ്മേ നീ എന്നെ ഒരു അധ്യാപികയാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് നീ എന്നെ വിളിച്ചിരിക്കുന്ന വിളിയെങ്കിൽ നീ എനിക്കത് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, എൻ്റെ സ്കൂളിൽ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ പ്രെയർ റൂമുണ്ട്, അധ്യാപകർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ജോസഫ് അച്ഛൻ വരുന്നു. എന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും ബ്ലെസ് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് വിടുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ ടീച്ചേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പം നിൻ്റെ വിളി ഇത് തന്നെയാണ്, നീ പ്രാർത്ഥിക്കുക, നിനക്ക് ഒരു അനുഗ്രഹം മാതാവ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ്, ഈ ക്രൂശിത രൂപത്തിലുള്ള ഈശോ ഇവിടെ അച്ഛൻ ഒരു
ധ്യാനം നടക്കുന്നു, ആരാധന എഴുന്നള്ളിച്ചു. അച്ഛൻ ഇവിടെ നിന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് ജീവൻ വെച്ചിട്ട് ഈശോ ഇറങ്ങി വന്ന് അച്ഛൻ്റെ അഭിമുഖമായി നിന്നിട്ട് അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. പിന്നെ അല്ലാതെ ഞാനിവിടെ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ടൊരു ദിവസം സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ ഈ ഈശോയുടെ വലത് കൈയിൽ നിന്ന് ഒരു പ്രകാശം എൻ്റെ മുഖത്ത് അടിക്കുന്നത് പോലെയും എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ അൾത്താരെയും മാതാവിനെയും ഈശോയും ഒക്കെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യവും അമ്മയും ഈശോയും എനിക്ക് നൽകുകയുണ്ടായി. അതിന് ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 20-ാം തിരുവചനം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. നാം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടക്കുമ്പോൾ 2000 പരം വാഗ്ദാനങ്ങളാണ് ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വളരെ വിശ്വസ്തയോടുകൂടി അവിടുന്ന് നിർവഹിക്കുന്നതാണ്. ഓരോ സാക്ഷ്യങ്ങളിലും നാം സഹോദരങ്ങൾ ഏറ്റുപറയുന്നതായി കാണുന്നത്. മേരി റിനി എന്ന ഈ സഹോദരി ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് ഒരു അസാധ്യതയുടെ സാക്ഷ്യമാണ്. തനിക്ക് ഏജ് ഓവറായിട്ടുള്ള ഒരു മെറിറ്റുമില്ല ഒരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനൊരു നിയമനത്തിന് ഇനി സാധ്യതയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വപ്നത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും എല്ലാം വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഈശോയെയും പരിശുദ്ധാമ്മയെയും സ്വപ്നത്തിലൂടെ അനുഭവിക്കുവാനും കാണുവാനുമൊക്കെയുള്ള വലിയ കമ്മ്യൂണിക്കേഷൻ അനുഭവങ്ങൾ ഈ മകൾക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. ഈ മകൾ വളരെ സങ്കടപ്പെട്ട് ഇനി എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കാൻ സാധ്യതയില്ലേ എന്ന് സങ്കടപ്പെട്ട് ചോദിച്ചപ്പോൾ ഒരു ഫീമെയിൽ വോയിസ് വളരെ കൃത്യമായി പരിശുദ്ധ അമ്മയുടെ വോയിസ് തന്നെ ഈ മകൾക്ക് കേൾപ്പിക്കുകയുണ്ടായി. 2 എന്ന നമ്പർ ഈ മകളെ കേൾപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഈ മകളുടെ ജീവിതത്തിലുണ്ടായ വലിയ വ്യത്യാസങ്ങൾ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ നൽകിയ ആ സാമീപ്യവും വാഗ്ദാനവും വളരെ ശക്തമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ തൻ്റെ ആയുധമായ ജപമാലയും ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് വളരെ ശക്തമായി പോരാടുവാനും പ്രാർത്ഥിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഈശോയെ കൈമാറുവാനും ഈശോയെ സ്നേഹിക്കുവാനുമുള്ള വലിയ അനുഭവവും അനുഗ്രഹവും അഭിഷേകവും ഈ മകൾക്കുണ്ടായി എന്നാണ് ഈ മകളേറ്റ് പറയുന്നത്. തൻ്റെ എല്ലാ സാധ്യതകളിലും പരിശുദ്ധ അമ്മ ഇടപെടുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജോസഫച്ചൻ്റെ ഭാഷയിൽ പെട്ടെന്ന് പെട്രോൾ കത്തുന്നത് പോലെ കത്തുന്നത്. മേരി റിനിക്ക് പറയാൻ അത് തന്നെയാണുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഉടമ്പടി ഇത്രയും വേഗം ലാഘുവായത്, ഇത്രയും വേഗം ശക്തമായി കത്തിപ്പടർന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണെന്ന് ഈ മകൾ ഉറപ്പിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഈ മകളുടെ വർഷങ്ങളായിട്ടുള്ള അലർജി, തുമ്മൽ, ഇതെല്ലാം പരിശുദ്ധ അമ്മ നേർച്ച വസ്തുക്കളുടെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ വിശ്വാസ പ്രയോഗത്തിലൂടെ മകൾക്ക് സൗഖ്യപ്പെട്ടു. മകൻ്റെ യൂറിൻ പാസ് ചെയ്യാനുണ്ടായിരുന്ന ആ തടസ്സവും പരിശുദ്ധ അമ്മ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ശക്തമായി പ്രവർത്തിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഏറ്റെടുത്തു. ഇന്ന് മേരി റിനിക്ക് ഈശോയെ പ്രഘോഷിക്കുവാനും ഈശോയെപ്പറ്റി സംസാരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെക്കുറിച്ച് പറയുവാനും 1000 കാരണങ്ങൾ ഉള്ളതിൻ്റെ ഒരു വലിയ അവസ്ഥ ഇതാണ്. ഇന്ന് എന്നെ തൊട്ടതുപോലെ, എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് മേരി റിനിക്ക് ഏത് ലോകത്തിനു മുന്നിലും ഏതൊരു നിരീശ്വരവാദിയുടെയും മുന്നിൽ ശക്തമായി ഏറ്റുപറയാനുള്ള ബലവും ധൈര്യവും സാമർഥ്യവും ഈശോ നൽകിയിരിക്കുകയാണ്. മേരി റിനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെയും സങ്കടങ്ങൾ ഈശോയ്ക്കും ആദ്യമായി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത കുഴുത്തുളു സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് കൃപാസന പത്രം 2017-18 കാലഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയപ്പോഴാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ തരുന്ന വ്യക്തികളിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അതിനുശേഷം ഉടമ്പടിയെക്കുറിച്ചോ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചോ ഒന്നും എനിക്കങ്ങനെ കാര്യമായി ബോധ്യങ്ങളൊന്നുമില്ലായിരുന്നു. അതിനുശേഷം 2023 എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, നമുക്ക് ഡിസംബർ മാസത്തെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് മെറിറ്റുള്ളപ്പം നമുക്ക്
ദൈവത്തെ അന്വേഷിക്കുക അല്ലെ ഉടമ്പടി എടുക്കുക, അതിൻ്റെ ഒരു ബോധ്യം എനിക്കന്ന് തോന്നിയില്ല. കാരണം നമ്മുടെ മെറിറ്റാലെല്ലാം നടക്കും എന്നുള്ളൊരു ബോധ്യമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന ആ സമയം തോന്നിയപ്പം നമുക്ക് രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രമേ ഉള്ളൂ, ഇനി സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് 2023 ഡിസംബറിൽ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കാനഡയിൽ എബ്രോഡ് പോയപ്പം അവിടെ ചെന്ന് എനിക്ക് മോനെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിപ്പോൾ മോൻ കൂടുതലില്ലാത്തതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ മോനെ കൊണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ഉണ്ടായ 2 പ്രാവശ്യം ഞാൻ ഉടമ്പടിയിൽ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. രണ്ടാമത് ഞാൻ വളരെയേറെ വിഷമത്തോടെ ഇവിടുന്ന് ഞാൻ പോയി. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്നു. എഴുതി കൊടുത്തിട്ട് പോയി. വീണ്ടും ഞാനിവിടെ ഒരു സ്വപ്നം കാണുകയാണ്. ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ തന്നെ താഴെ നിന്ന് കാണുന്നതായിട്ട്. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു സിസ്റ്ററിനെ സ്വപ്നം കണ്ടു. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു സാക്ഷി എഴുതി കൊടുത്തപ്പം പറയുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു സിസ്റ്ററെ കൂടുതൽ ആളില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കിട്ടിയ നിയോഗങ്ങൾ പറയാൻ മേലെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു സിസ്റ്ററെ എന്നാൽ ഞാൻ ഇന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് പറയണ്ട, ചൊവ്വാഴ്ച പറഞ്ഞാൽ മതി, ചൊവ്വാഴ്ചയാകുമ്പോൾ ആൾത്താരെ കയറുമെന്ന് പറയാം, അന്ന് ആരാധന നടക്കുന്ന ദിവസമാണ്, അപ്പോൾ ആളെവിടെയുള്ള ദിവസമാണ്, അന്ന് പറഞ്ഞാൽ മതി, ഇന്ന് അമ്മ ഇവിടെ നിന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു മിറക്കിളാണ്. ഇന്നിപ്പം എനിക്ക് ചൊവ്വാഴ്ച തന്നെ സാക്ഷ്യം പറയാൻ പറ്റി എന്നുള്ളത്. ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ ഒന്ന് പോകുമ്പോൾ ഞാൻ വളരെയേറെ സങ്കടത്തോടെ സാക്ഷ്യം പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തോടെ പോയി. കഴിഞ്ഞ പ്രാവശ്യം 7ാമത്തെ പുതുക്കലിൽ ഞാൻ വന്നപ്പോൾ നിയോഗം വെച്ചു, അമ്മ 8ാമത്തെ പുതുക്കലിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്നുള്ളത്. അത് അമ്മ ഇന്ന് എനിക്ക് ഈശോയിലൂടെ സാധിച്ചു തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇനി എൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് ഞാൻ വരാനുണ്ടായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയാൻ എന്നെ കൂടുതലായിട്ട് തോന്നിപ്പിച്ചത് മാർച്ച് 4 ഒരു സാക്ഷ്യം എല്ലാവരും കേട്ട് കാണും. ഒരു മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ മകളുടെ പിന്നെ അഡിനോയിഡിൻ്റെ അസുഖം ഉണ്ടായി കഴിഞ്ഞപ്പം ആ മകൾക്കൊരു വചനം കിട്ടി. വിളക്ക് കൊളുത്തി ലൂക്ക 8:16 വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ മേളിൽ വെക്കാറില്ല, മറിച്ച് അത് പീഠത്തിന്മേലാണ് വെക്കുന്നത്, എല്ലാവർക്കും പ്രകാശം ലഭിക്കാറില്ല. ഞാനും അന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാൻ സാക്ഷ്യം പറയണേൽ നീ എനിക്കൊരു വചനം തരണം, ആ വചനത്തിലൂടെ ഞാൻ സാക്ഷ്യം പറയുള്ളൂ, എന്നെ നീ അത് വെളിപ്പെടുത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേ ദിവസം മാർച്ച് 5-ാം തീയതി ഞാൻ വചനം എടുത്ത് വായിച്ചപ്പോൾ എനിക്കും കിട്ടിയത് ഈ വചനമാണ്. ആ വചനത്തിലൂടെ എനിക്ക് ബോധ്യമായി എനിക്കും സാക്ഷ്യം പറയാൻ ഈശോ എന്നെ അനുവദിക്കും എന്നുള്ളത്. അങ്ങനെ എനിക്കിന്ന് എൻ്റെ സാക്ഷി ഇവിടെ തുടങ്ങാൻ സാധിച്ചു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് ഉടമ്പടി വസ്തുക്കളിലൂടെ കിട്ടിയ ഒരനുഭവമാണ്. 2020 എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഞാനത് ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്കൊരു 15 വർഷത്തോളമായിട്ട് എനിക്ക് ഉപ്പൂറ്റിയുടെ പുകച്ചിലുണ്ടായിരുന്നു. എനിക്ക് 1 മിനിറ്റ് പോലും ഒരിടത്തൊന്നും നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പോഴത്തേനും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പറിച്ച് ചവിട്ടും, കിടക്കത്തില്ല, എനിക്ക് കാല് നീട്ടിയിരിക്കത്തില്ല. എൻ്റെ എനിക്ക് ഒരു തരത്തിലും ഉപ്പൂറ്റി ടച്ച് ചെയ്യാൻ നമുക്കറിയാമല്ലോ, നമുക്കൊരു സ്ഥലങ്ങളിൽ നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല. അത്രയേറെ ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് ഉറക്കമില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ എൻ്റെ ഈ ഉപ്പൂറ്റിയുടെ പുകച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു. എനിക്ക് 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് ഇതെന്ത് സംഭവിച്ചു, ഒരു മിറക്കിൾ പോലെ എനിക്ക് നല്ല ഉറക്കമുണ്ട്, എൻ്റെ പുകച്ചിൽ മാറി. അങ്ങനെ ഇപ്പോൾ എനിക്ക് 5 വർഷമായി പിന്നീട് ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഡോക്ടേഴ്സ് പോലും പറഞ്ഞു, ചേച്ചി ഇത് ഒരു പ്രായം വരെ ഉണ്ടാവും, ഇത് എത്ര മരുന്ന് കഴിച്ചാലും റിപ്പീറ്റ് വരും, അല്ലെ ഉള്ളംകാലിനകത്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, എന്നാലും പിന്നീടും വരും എന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും പിന്നെ പോയിട്ടില്ല. അത് മാതാവ് എനിക്ക് ഈശോയിലൂടെ മേടിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി തൈലം വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ. എന്നും എനിക്ക് നടുവെട്ടലും വേദനയുമായിട്ട് 10 വർഷത്തോളമായിട്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താണ്. MRI എടുക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ എടുത്തില്ല. എക്സ്റേയും എല്ലാം ചെയ്ത് ഇഞ്ചക്ഷനും മരുന്നുമായിട്ട് കടന്നുപോയി. അപ്പോൾ ഒരു സാക്ഷ്യത്തിലൂടെയാണ് അതെനിക്കത് ബോധ്യം വന്നത്. 32 വർഷമായിട്ട് നടുവിന് വേദനയുള്ള ഒരു ചേട്ടൻ പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പം ചേട്ടൻ്റെ നടുവേദന മാറിയെന്ന്. അങ്ങനെയാണ് ഞാൻ ഓർത്ത്, അമ്മ മാതാവി എനിക്കും നടുവേദനയുണ്ടല്ലോ, എൻ്റെ നടുവിനും തൈലം പറ്റി പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് 2 നേരവും ഞാൻ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രയറിൽ തൈലം പറ്റി പ്രാർത്ഥിച്ച് എൻ്റെ നടുവേദന പരിപൂർണ്ണമായിട്ട് മാറി. എനിക്ക് 1 മിനിറ്റ് പോലും കുനിഞ്ഞു നിന്ന് മിറ്റ പഠിക്കാനോ ഒരു പണി ചെയ്യാനോ ഒരു ജപമാലയുടെ ഒരു രഹസ്യം എനിക്ക് മുഴുവൻ ചെല്ലാൻ നടുവേദനയോട് പറ്റത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ വീട്ടിലെ പ്രാർത്ഥന ഒരു 3/4 മണിക്കൂറോളം മുട്ടയെ കുത്തി നിന്നാണ് ഞാനിപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് എത്ര കുനിഞ്ഞ് വേണേലും നിന്ന് ഇപ്പം മിറ്റ
പഠിക്കുന്നതിനോ പണികളോ ചെയ്യാം. 1.5 മണിക്കൂറോളം 1000 ജപമാണിമാല ഞങ്ങളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ പള്ളിയിലുണ്ടായിരുന്നു. അത് ഞാൻ 2 പ്രാവശ്യവും പോയി 1.5 മണിക്കൂറോളം നിന്ന് മുട്ടുകുത്തി നിന്ന് കൂടി. എനിക്ക് യാതൊരു നടുവേദനയും ഉണ്ടായിട്ടില്ല. പിന്നീട് എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വലത് കൈയുടെ 2 വിരലിൻ്റെ ഇടയ്ക്ക് കണ്ടമാനം ഇങ്ങനെ തൊലി പോയി ചീഞ്ഞു വരുന്ന ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അത് എനിക്ക് തന്നെ പലപ്പോഴും എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഒരറപ്പായിട്ടാണ് തോന്നിയത്. ഈ അലക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും വെള്ളമെല്ലാം അവിടെ പറ്റി, സോപ്പും പറ്റി. ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിച്ചൊന്നുമില്ല. ലോഷനും സോപ്പും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് നോക്കി, യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. അതും ഉടമ്പടി തൈലത്തിലൂടെ ഞാൻ ഈ രോഗസൗഖ്യങ്ങളൊന്നും നിയോത്തി വെച്ച കാര്യങ്ങളല്ല. പിന്നീട് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന ശേഷം എനിക്ക് ഒരു 3 വർഷത്തോളമായിട്ട് അലർജി എന്നെ വല്ലാതെ ബാധിക്കുമായിരുന്നു. കണ്ണി ചൊറിച്ചിൽ, ചെവികടിയ്, അതുപോലെ ഒത്തിരി സൈനസൈറ്റീസ്, ടോൺസിലിറ്റീസ്. ഒരു 3 വർഷമായിട്ട് ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒത്തിരി ആയുർവേദവും അലോപ്പതിയും എല്ലാം കഴിച്ചിട്ടും യാതൊരു പ്രയോജനം വരാതെ വരുമ്പോൾ എനിക്ക് ഈ അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയാണ് എനിക്ക് ഈ രോഗസൗഖ്യം കിട്ടിയത്. പിന്നീട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കടബാധ്യതയാണ്. കടബാധ്യത എന്ന് പറഞ്ഞാൽ മോനെ വിദേശത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു 23 ലക്ഷം രൂപ കടബാധ്യതയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ലോൺ ഉണ്ടായിരുന്നു, ഗോൾഡ് ആയിട്ടുണ്ടായിരുന്നു, മറ്റു പല വ്യക്തികളുടെ നിന്ന് മേടിച്ച ഒരു കടബാധ്യതയായിരുന്നു. അത് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് മോനെ ജോലി നഷ്ടപ്പെട്ടവിടെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് മോനെ അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം ഞങ്ങളുടെ കടബാധ്യത തീർന്നു പറഞ്ഞാൽ മാതാവിൻ്റെ വലിയൊരു മിറക്കിളാണ്. 10 പൈസ പോലും ഞങ്ങൾക്ക് ഒരാളുടെ നിന്ന് മേടിച്ച് വേറൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാതെ ഞാൻ ഉടമ്പടി വസ്തുവായി ഉപ്പ് പറമ്പി വിതറി. ഞങ്ങളുടെ ഹൈ റേഞ്ചാണ്, അവിടെ ഏലം കൃഷി, കുരുമുളക് കൃഷികളാണ് അവിടുത്തെ മെയിൻ ആദായം. ആ ആദായത്തിൽ ഞങ്ങൾക്ക് മാതാവ് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യവും 3 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ ഓരോ വ്യക്തികൾക്കും ഗോൾഡും എല്ലാം കൊടുക്കാനുള്ളതെല്ലാം ഞാൻ ആ ഉടമ്പടി വസ്തുക്കളിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് നല്ല വിളവുകൾ കിട്ടി. വിളവിന് നല്ല വില കിട്ടി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. 9 മാസം കൊണ്ട് ഞങ്ങൾക്ക് ആ കടം വീട്ടാൻ സാധിച്ചെന്നുള്ളതാണ്. ദൈവത്തിനും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. കാരണം വെച്ചാൽ 2024 കടുത്ത വേനലിൽ പോലും ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഏലക്കായ എടുത്ത് കണ്ടപ്പം ഞങ്ങളുടെ പറമ്പിൽ പണിയാൻ വന്ന ചേച്ചിമാർ പോലും അതിശയിച്ചു പോയി. അവർ പോലും ചോദിച്ചു, ഈ കടുത്ത വേനൽ നിങ്ങളുടെ പറമ്പിൽ നിന്ന് ഇത്രയും കാ കിട്ടിയല്ലോ എന്ന്. അങ്ങനെയാണ് മാതാവ് ഞങ്ങളെ അതിലൂടെ സംരക്ഷിച്ചത്. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്കൊരു ഉണ്ടായ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 1 വർഷത്തോളമായിട്ട് ഒരു ആവിയും പരവേശത്തിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നു. അന്നേരം ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചോദിക്കുന്നു, ഭയങ്കര ചൂടാലേ? ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ ഭയങ്കര ആവിയും ഉറക്കമില്ലായ്മയും വളരെ ഒരു അസ്വസ്ഥതയുണ്ടെന്ന്. അപ്പോൾ ഒരു ഡോക്ടർ ചോദിക്കുന്ന രീതിയിൽ അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, മോളെ ഇതിൻ്റെ ആരംഭം എന്നാ തുടങ്ങിയേ? അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് അതിനെക്കുറിച്ച് പറയുന്നു. ആ സ്വപ്നത്തിലൂടെ എനിക്ക് ആ രോഗസൗഖ്യം കുറഞ്ഞു കിട്ടി. പിന്നീട് ഇതേവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയൊരു അത്ഭുതം എന്ന് പറയാൻ, ഡെയിലി ബ്രെഡിൽ ഞങ്ങൾക്ക് ഒരു ഉൽപ്പന്നം വിറ്റഴിച്ചിട്ട് വേണമായിരുന്നു, ഏലക്കായായിരുന്നു, അത് വിറ്റിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് വേറൊരാൾക്ക് കടം മേടിച്ച് പൈസ കൊടുക്കാൻ. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വരുന്ന സമയത്ത് ഞങ്ങൾക്കത് വിൽക്കാൻ എന്ത് ചെയ്താൽ സാധിക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ഞാനിത് അലമാരിയിൽ ഇതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് ഞാൻ അച്ഛന് നമ്മളോട് പറയുകയല്ലേ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് ഞാനിതെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചേച്ച് ഞാനിത് അലമാരിയിലോട്ട് തിരിച്ചു കൊണ്ട് വെക്കാൻ തുടങ്ങി. ഇപ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണ്, എന്തോ ഒരു ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരെ കാണിക്കുന്നുണ്ട്, അത് ഒരുപക്ഷെ വിറ്റിട്ടായിരിക്കാം അവരുടെ കടബാധ്യത തീർക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആഗ്രഹിച്ചു കൂടുതൽ വിലയ്ക്ക് ഞങ്ങളുടെ ആ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ 2024 കടുത്ത വേനലിൽ ഞങ്ങളുടെ കുഴക്കണ്ടിലെ വെള്ളം താന്നുപോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും എന്ന് എടുത്ത് നോക്കിയപ്പോൾ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് അല്ല, അപ്പോൾ വേറെ മോട്ടർ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോട്ടർ ഇട്ടാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല, കാരണം ഞങ്ങൾക്ക് ഒരു ദിവസം അടിച്ചാൽ തീരെയില്ലാത്ത പോലെ വെള്ളം ഞങ്ങൾക്ക് കുഴക്കണ്ടി കിട്ടുന്നുണ്ട്. ഞങ്ങൾ 2020 കുഴലടിച്ചതാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയതുമാണ്. ഞാൻ അവിടെ കൊണ്ട് മോട്ടർ പൊക്കിയ സമയത്ത് ഞാൻ വിശുദ്ധ വസ്തുക്കളായ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ്, തേന്, തൈലം എല്ലാം കുഴക്കണ്ടിലോട്ട് ഇട്ടു. അവിടെ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ട് കുഴിച്ചിട്ടു. അപ്പം മോട്ടർ പൊക്കാൻ വന്നവരെല്ലാം പറഞ്ഞു, നിങ്ങൾ 1 ലക്ഷം രൂപ മുടക്കി മോട്ടർ ഇട്ടാൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല, നിങ്ങളുടെ വീട്ടാവശ്യത്തിന് മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ എന്ന്. ഞാൻ അമ്മ മാതാവിനോട്
പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, നീ തന്ന വെള്ളമാണെങ്കിൽ നീ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കൈ ഉപ്പ് വാരി ഞാൻ ആ വെള്ളത്തിലോട്ടിട്ടു. ആ വെള്ളത്തിലോട്ടിട്ടപ്പോൾ ഞാൻ വലിയൊരു 5 കിലോ ഭാരമുള്ള ഒരു വസ്തു ചെന്ന് വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു സൗണ്ടാണ് എനിക്കന്നേരം ബ്ലും എന്നുള്ളൊരു സൗണ്ടാണ് വെള്ളത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാതാവ് നമുക്ക് വെള്ളം തരും, വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ തന്നിട്ടേ പോകത്തുള്ളൂ. ഞാനും അന്നേരം ഉടമ്പടിയിലായിരുന്നേലും എനിക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് വിഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മാതാവ് പറയണം, നീ ഉടമ്പടിയിലല്ലേ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ എനിക്ക് നല്ല ആത്മധൈര്യമായി. അതുപോലെ എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടിയെന്ന് പറയാൻ, ഞാൻ പറമ്പിൽ ഇങ്ങനെ പോയി നിന്ന് കാപ്പിക്കുരു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറമ്പിലോട്ട് ഇറങ്ങി പോകുമ്പോഴും എൻ്റെ കൊന്തയിൽ എൻ്റെ ലോക്കറ്റും ഉണ്ട്, അതുകൊണ്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഉപ്പ് ഞാൻ കയ്യിലെടുക്കും പറമ്പിൽ പോകുമ്പോൾ. അപ്പോൾ പറമ്പിൽ ഇങ്ങനെ പന്നിയെല്ലാം വന്ന് ഇളക്കിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ കാപ്പിക്കുരു അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ എന്നോട് പറയുകയാണ്, താഴോട്ടൊന്നിറങ്ങി നോക്കാൻ. ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, എന്ത് നോക്കാൻ, ഇപ്പോൾ പന്നി വന്ന് ഇളക്കിയിട്ട് പോയാൽ പോട്ടെ, ഇനിയിപ്പോൾ എന്താ നോക്കാനിരിക്കുന്നത്. വീണ്ടും എന്നെ ശല്യപ്പെടുത്തുവാണ്, അവിടെ നിന്ന് താഴോട്ടൊന്ന് നോക്കാം. ഞാനൊരു 10 അടി താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ചെറിയ കട്ടിങ്ങാണ്, അവിടെ ഒരു വലിയ മരം നിൽപ്പുണ്ട്, അതിന് തായ്വേരെല്ലാം പോയി നിൽക്കുന്ന മരമാണ്. ഞാൻ ഈ ഇടത് കൈ കൊണ്ട് ആ മരത്തെ പിടിച്ച് താഴോട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്നാ. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ഈ മരം ആടുകയാണ്. ഞാൻ കൈ വിട്ടു, ഈ മരം വന്ന് വീണത് ഞാൻ നിന്ന ആ കാപ്പിയുടെ ചുവട്ടിൽ ആ കാപ്പിക്കുരു, ഒരു ബക്കറ്റ് കാപ്പിക്കുരു ഇരുന്നതിലോട്ട് ഈ മരം വന്നങ്ങ് വീണു. അതിൻ്റെ അറ്റം മാത്രം ഞാൻ വീട്ടിലെടുത്തുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞു, ഇത് തന്നെ ധാരാളം എൻ്റെ ജീവൻ പോകാനെന്ന്. മാതാവ് എന്നെ അവിടെ നിർത്തുകയല്ല, എന്ത് ചെയ്താ, നീ താഴോട്ട് ഇറങ്ങി നോക്കുന്ന എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുക. അപ്പം ഞാൻ ഓർത്തുന്ന വീട്ടിലോട്ട് കയറി പോകുമ്പോൾ നോക്കാമെന്ന് ഓർത്തിരുന്നിട്ട് സമ്മതിക്കുകയില്ല. അപ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ സംരക്ഷണം. പിറ്റേ ദിവസം ആ മരം അവിടെ കിടക്കുന്നു, ബക്കറ്റെല്ലാം മറിഞ്ഞ് കാപ്പിക്കുരു എല്ലാം മറിഞ്ഞു പോയി. ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് കാപ്പിക്കുരുവും പിറകെ വീട്ടിൽ കയറി വന്നു. അപ്പോൾ എൻ്റെ മദറിൽ എന്നോട് ചോദിച്ചു, സീനി എന്നാ ഇത്രയും താമസിച്ചു. അപ്പം ഞാൻ ഈ മരം കാണിച്ച് ഇതുകൊണ്ടോ ഇതിൻ്റെ അറ്റഭാഗമെന്ന്. എല്ലാവർക്കും ഭയങ്കര അതിശയമായിപ്പോയി. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ ആ മരം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് എനിക്കൊന്ന് ചുമ്മാ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്, അതിൻ്റെ മരത്തിൻ്റെ ഈ പോള കാലും കൊണ്ടൊന്ന് തൊഴിച്ച് നോക്കാം. ഞാൻ ചുമ്മാ അതങ്ങ് തൊഴിച്ച് നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു വെള്ളിക്കെട്ടം പാമ്പിരിക്കുകയാണ്. അതും ഞാൻ ആ നിൽക്കുന്ന കാപ്പിയുടെ ചുവട്ടിൽ തന്നെയാണ് ഈ തടി കിടക്കുന്നത്. ഞാൻ ആ പാമ്പിനെ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാമ്പിനെ തല്ലിക്കൊല്ലുന്നത്. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാതാവിൻ്റെ ഒരുപാട് സംരക്ഷണങ്ങൾ ഞങ്ങളുടെ കുടുംബത്ത് എന്നും അസുഖങ്ങളും രോഗങ്ങളുമായിരുന്നു. ഈ 2.25 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരാശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അമ്മയും ഈശോയും തിരുക്കുമാരിലൂടെ മേടിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. ഇതുകൂടാതെ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശോയോടും അമ്മയോടും ഒരുപാട് സ്നേഹമായി. ഞാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ മാതാവിനോട് പ്രാർത്ഥിക്കും, ജപമാല ചെല്ലും. ഈശോയോട് ഞാൻ അങ്ങനെ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഈശോയ്ക്ക് ഗുഡ് മോർണിംഗ് പറയും, അമ്മയ്ക്ക് ഗുഡ് മോർണിംഗ് പറയും, വൈകിട്ട് ഞാൻ ഗുഡ് നൈറ്റ് പറയും. എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോഴും ഈശോയോടും അമ്മയോടും പറയും, ഞാൻ പള്ളിയിൽ പോയാലും അമ്മ ഞാൻ പോവാ, ഈശോയെ ഞാൻ പോവാ, ഞാനിവിടെ വന്നു കേട്ടോ, എൻ്റെ കൂടെ വരണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ ചെന്നാലും ഞാൻ പറയും, അമ്മ ഈശോയെ ഞാൻ വന്നു കേട്ടോ, എൻ്റെ കൂടെ വരണം. എന്ത് കാര്യത്തിന് ഞാൻ പോയാലും എവിടെ പോയാലും ഞാൻ ഈശോയും അമ്മയോടും പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അത് എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാത്ത അനുഭവങ്ങളാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയത്. അതുപോലെ വചനത്തിലൂടെ എന്നോട് ഒരുപാട് പ്രാവശ്യങ്ങൾ ഞാൻ വിഷമിച്ച് വചനം എടുക്കുമ്പോഴെല്ലാം എനിക്ക് ഒരുപാട് വചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ വചനങ്ങളാണ് എന്നെ ഏറ്റവും ധൈര്യപ്പെടുത്തിയത്. ഇപ്പോൾ എനിക്കതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. കാരണം അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് എല്ലാം മേടിച്ചു തരുന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. കാരണം ഉടമ്പടിയിൽ എനിക്ക് ഒത്തിരി ക്രൈസിസ് വന്നു. ആ ക്രൈസിസിലൊക്കെ ആദ്യമൊക്കെ ഞാൻ ഇച്ചിരി തളർന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ എപ്പോഴും പറയും, മക്കളെ നിങ്ങളുടെ നിയോഗങ്ങളല്ല പ്രാധാന്യം, അത് നിങ്ങൾ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക. ആ നിയോഗങ്ങൾ നിങ്ങൾ അമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ട് എപ്പം നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുന്നോ അന്നേ നിങ്ങളുടെ നിയോഗങ്ങൾ നടക്കുകയുള്ളൂ. അല്ല നിങ്ങളുടെ നിയോഗങ്ങളും കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾ നിബന്ധനകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ എന്നെ അത് ബോധ്യപ്പെടുത്തി. ഞാൻ കാന്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. മോൻ്റെ ജോലിയുടെ കാര്യങ്ങളിൽ, വിസയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ അതനുസരിച്ച് ഞാൻ കാരുണ്യപ്രവൃത്തികൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ എല്ലാ മാസവും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ എല്ലാ ആഴ്ചകളിലും പോവും, ചിലപ്പം ഒരാഴ്ച അല്ലെ മാസത്തിൽ 1. അതുപോലെ പത്രം എല്ലാ മാസവും ഇവിടുന്ന് ആരെക്കൊണ്ടെങ്കിലും മേടിപ്പിച്ച് ഈ 2.25 വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ 2.25 വർഷത്തിനിടയ്ക്ക് ഞാൻ 1 മാസം മാത്രമേ പത്രം എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളിലും ഞാൻ പത്രം ഒന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പം 3 കെട്ട് പത്രം തരുന്നു കൊടുത്ത് 2 കെട്ടും 3 കെട്ടും എക്സ്ട്രാ മേടിച്ച് തമിഴ് പാക്കറ്റാണെങ്കിൽ തമിഴ് പാക്കറ്റ് മേടിച്ച് തമിഴ് മേഖലകളിൽ കൂടി എല്ലാം കൊണ്ട് കൊടുക്കും. അതും പ്രാർത്ഥിച്ചൊരുങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങിയേ കൊണ്ട് കൊടുക്കാറുള്ളൂ. എല്ലാവരോടും കൃപാസനത്തെക്കുറിച്ച് പറയും. പത്രമാണെങ്കിലും ഞാൻ അലക്ഷ്യമായിട്ട്
ആർക്കും കൊടുക്കാറില്ല. പത്രം കൊടുക്കുമ്പോഴേ ഞാൻ ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയാവോ, പത്രം വായിക്കുമോ, ഈ മാസത്തെ കിട്ടിയതാണെങ്കിൽ ഞാൻ അവർക്ക് ഒരിക്കലും കൊടുക്കത്തില്ല. കിട്ടിയതല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരിൽ നിന്ന് തിരിച്ച് മേടിക്കും, അടുത്തയാക്കി ഞാൻ കൊടുക്കും. അതുപോലെ ഞാൻ അവരോട് ഇതിനെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് തീർത്ഥാടന ഉടമ്പടിയെക്കുറിച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ക്വസ്റ്റിനെക്കുറിച്ച് ഡെയിലി ബ്രെഡ് ധ്യാനം സാക്ഷ്യം എല്ലാം ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കും. അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഓരോ ദിവസവും ഞാൻ പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് വന്ന് ഞാൻ ജപമാല ചെല്ലും. അവരുടെയൊക്കെ വിശുദ്ധ വസ്തുക്കളൊക്കെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോവും, അനാഥാലയങ്ങളിൽ പോവും, പൊതിച്ചോറ് കൊണ്ടുപോകും. വഴിയിലിരിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ സാമ്പത്തികമായ രീതിയിലും പൊതിച്ചോറായിട്ടും പിന്നെ അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എന്താണോ അത് ഞാൻ മേടിച്ചു കൊടുക്കും. ഞങ്ങൾ നേരത്തെ പലരും കൂടിയും ചോദിക്കും എന്താ വേണ്ടതെന്ന്. അപ്പോൾ ചിലപ്പോൾ സിസ്റ്റേഴ്സ് പറയും അവർക്ക് കമ്പിളിയാണ് വേണ്ടേ. അപ്പോൾ ഞങ്ങൾ പലരും കൂടി കമ്പിളി മേടിച്ചു കൊടുക്കും, ഡ്രസ്സ് മേടിച്ചു കൊടുക്കും. സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ പ്രായമായ രോഗികളായി കിടക്കുന്ന വീടുകളിലൊക്കെ പോവും. അവർക്ക് തൈലം തൊട്ടി പ്രാർത്ഥിക്കും. അവർക്കും വേണ്ട സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ ചെയ്യും. അവർക്ക് ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അങ്ങനെ പ്രായമായി കിടക്കുന്നവർക്കൊക്കെ ഒരു ഡൈഫ്രമൊക്കെ മേടിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവർ കാണും. അവർക്ക് ചിലപ്പം ഡൈഫ്രങ്ങളായിട്ടും ഓട്സായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും ഒക്കെ മേടിക്കും. പിന്നെ അനാഥാലയങ്ങളിൽ പോയി പ്രായമായന്മാരുള്ളവരടുത്ത് അവരുമായിട്ട് ചിലവഴിച്ച് അവരുമായിട്ട് അവരുടെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവർക്കും വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് കാശ് രൂപ കൊണ്ട് കൊടുക്കും. അതൊക്കെ അവർക്ക് വലിയൊരു സന്തോഷമാണ്. അതുപോലെ ഒത്തിരി പേരെ ഞാൻ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ പേരൊക്കെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും അയച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇതുപോലെ അനുഗ്രഹമുള്ള ഒരു പ്രാർത്ഥനയില്ല ചേച്ചി, ആ പ്രാർത്ഥന ഇടാൻ ഞങ്ങൾ നോക്കിയിരിക്കുവാന്നുള്ളത്. ഒത്തിരി പേര് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ നോക്കിയിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ജോസഫച്ചനെ 6 വർഷം സ്വപ്നം കാണാനുള്ള ഭാഗ്യം കിട്ടി. ഒരു പ്രാവശ്യം ഞാൻ ആ മോൻ്റെ ജോലി നഷ്ടപ്പെട്ട സമയത്താണ്. അപ്പം അച്ഛൻ എന്നോട് ചോദിക്കുന്നു എന്തിനാ മോളെ, എൻ്റെ താടിക്കിട്ട് ഒരു തട്ട് തന്നിട്ട് ചോദിക്കുക എന്തിനാ മോളെ നീ വിഷമിക്കുന്നത്, അവന് ജോലി കിട്ടുകയല്ലേ. പിന്നെ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ അച്ഛന് പണ്ടൊരു പ്രാവശ്യം പറഞ്ഞു, ഒരു ധ്യാനത്തിൽ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരുന്ന് അച്ഛൻ്റെ പഴയ ഒരു ഇടവകയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരമ്മ വന്ന് അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക് വയ്യെന്ന് അച്ഛനോട് വന്ന് അവിടുത്തെ ഇടവക്കാർ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം സ്വപ്നം കാണുകയാണ്, ഞാൻ അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നല്ല തൂവെള്ള വസ്ത്രമാണ് ഇട്ടേക്കുന്നത്, നല്ല കറുത്ത കണ്ണട ധരിച്ചേക്കുന്നു. അങ്ങനെ ഞാൻ കാണുകയാണ്. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ എപ്പോഴും മാതാവിനോട് പറയുന്നത് ഞങ്ങളുടെ ഇടവയിൽ ജോസഫച്ചനൊന്നും വന്നിരുന്നില്ല. അതിന് അമ്മ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാനൊരു ദിവസം സ്വപ്നം കാണുകയാണ്, അച്ഛന് ഈശോ ഞങ്ങളുടെ വീടുകളിൽ പിന്നെ പ്രായമായ രോഗികളെയും കാണാൻ വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് അച്ഛൻ പെട്ടെന്ന് വരുന്നു. അപ്പം വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല, അമ്മ ആശുപത്രിയിൽ പോയേക്കുമെന്ന് ഞാൻ അച്ഛനോട് പറയുന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ അച്ഛനെ 6 പ്രാവശ്യം സ്വപ്നം കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാതാവിനെ 3 പ്രാവശ്യം സ്വപ്നം കണ്ടു. പിന്നെ ഉടമ്പടി തിരിയിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതാവ്, കാശുരൂപം, കുരിശ്, ഹാർട്ട്, പ്രാവ്, പിന്നെ മാതാവിൻ്റെ കിരീടം, അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മഴവിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി മാതാവിൻ്റെ സാന്നിധ്യമായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും വചനത്തിലൂടെയും ഈശോനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴെന്ത് വിഷമസന്ധി ഉണ്ടായാലും ഞാൻ വചനം എടുക്കുമ്പോൾ അതിന് തക്കതായ വചനങ്ങളാണ് എനിക്ക് എപ്പോഴും ഈശോ എന്നിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിലും എൻ്റെ എല്ലാ ഉടമ്പടി ജീവിതത്തിലും ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയും ഞാൻ മുന്നോട്ട് നിത്യതയെ ലക്ഷ്യമാക്കിയാണ് എൻ്റെ ഉടമ്പടി ജീവിതം. ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുർബാന ദിവ്യബലിയിൽ എല്ലാ ദിവസവും പങ്കുകൊള്ളും. ഞാൻ നേരത്തെ ദിവ്യബലിയിൽ എല്ലാ ദിവസവും പോകുന്ന വ്യക്തിയല്ലായിരുന്നു. കാരണം 1 കിലോമീറ്റർ നടന്നു പോകണം, മഴയാണ്, തണുപ്പാണ്, പിള്ളേരെ സ്കൂളിൽ വിടണം. ആ കാരണമൊക്കെ പറഞ്ഞ് ശനി ഞായറും അവധി കിട്ടുന്ന ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പം എല്ലാ ദിവസവും ഒരു ദിവസം പോലും ആകെ മുടങ്ങുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ കൃപാസനത്തിലേക്ക് വരുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുന്നുണ്ട്. 2 ആഴ്ച കൂടുമുള്ള കുമ്പസാരം ഒരിക്കലും മുടക്കാറില്ല. ബൈബിൾ വായന 1/2 മണിക്കൂർ എന്നുള്ള കൂടി 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ഞാൻ വായിക്കും. അതുപോലെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. ഡെയിലി ബ്രെഡ് കൂടുന്നുണ്ട്, സാക്ഷ്യം കേൾക്കുന്നുണ്ട്, അതെല്ലാവർക്കും ഷെയർ ചെയ്യും. ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും തന്നെ മുടങ്ങാതെ കൂടും, അതെല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉടമ്പടിയിലൂടെ വന്നു. നിത്യതയെ ലക്ഷ്യമാക്കി മുന്നോട്ട് ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ജീവിതം. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്കിനിയും എൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ തീർച്ചയായിട്ടും വന്ന് സാക്ഷ്യം പറയുന്നതാണ്. താമസം വന്നാലും ഞാൻ വന്ന് സാക്ഷ്യപ്പെടും. അമ്മയെ ഞാൻ മഹത്വപ്പെടുത്തും. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയും അമ്മയും കനിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം വചനം. കർത്താവാണ് നമ്മെ ഉയർത്തുന്നവൻ. രോഗമായാലും ബലഹീനതകളായാലും മാനസിക തകർച്ചകളായാലും കടബാധ്യതകളായാലും എന്ത് ബുദ്ധിമുട്ടായാലും ദൈവം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ്.
ശാരീരികമായി മാത്രമല്ല ആത്മീയമായി ഉയർത്തുന്ന ഒരു ഇന്നത്തെ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ആത്മശുദ്ധിയും ദൈവസമാധാനവും ദൈവസാന്നിധ്യവുമാണ് ഉടമ്പടി മക്കൾ അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ ആത്മീയമായി സുഖപ്പെടുത്തുന്നത്. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അനേകായിരങ്ങളുടെ രോഗശാന്തികളുടെ സാക്ഷ്യങ്ങളും കുടുംബ പ്രശ്നങ്ങളിലെ സമാധാനം ലഭിച്ചതും ജോലി ലഭിച്ചതും ആത്മീയമായി പുതുക്കപ്പെട്ട ഒരു ജീവിത സാക്ഷ്യങ്ങളുമാണ് നാം ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും വിശ്വാസത്തോടെ ഈശോയോട് ചേർന്ന് നിൽക്കാനും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുമാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ കൃപയിലേക്ക് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മൾ പ്രശ്നത്തിലോ പ്രതിസന്ധിയിലോ ആവാം, പരിശുദ്ധ അമ്മ കൂടിയുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിയതും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നതുമുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സിനി റെജി എന്ന സഹോദരി നമ്മളോട് വെളിപ്പെടുത്തി തന്നത്, സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമായിട്ട് പത്രം കിട്ടിയപ്പോൾ സാധാരണ മനസ്സിലുള്ള തോന്നുന്നത് പോലെ തന്നെ എനിക്കിപ്പോൾ മെറിറ്റുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊരു ഫീലിങ്ങിലായിരുന്നു ഈ മകള് സാക്ഷ്യം തുടങ്ങിയത്. നമ്മൾ ഓരോരുത്തരും അത് നോട്ടീസ് ചെയ്ത് കാണും. ഒരു എല്ലാ മെറിറ്റുമുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഉടമ്പടിയാണ്. ഇന്ന് 7 പ്രാവശ്യം പുതുക്കിയിട്ട് 2.5 വർഷത്തോളം ഉടമ്പടി ജീവിതം നയിച്ച ഈ സഹോദരിയുടെ അവസാന വാക്കുകളും സാക്ഷ്യം പറഞ്ഞു നിർത്തിയത് നമ്മൾക്ക് നോട്ടീസ് ചെയ്ത് കാണും എങ്ങനെയാണ് എന്ന്. ഈശോയും അമ്മയിലും കൂടുതൽ അനുഭവിക്കുകയും കൂടുതൽ ചേർന്ന് നിൽക്കുകയും ചെയ്തപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ വന്ന ഓരോ മാറ്റങ്ങൾ, തുമ്മലും പിന്നെ സൈനസൈറ്റീസും അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഈ സഹോദരി വീണ്ടും ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ പുറംവേദനയ്ക്കും അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ കല്ലിപ്പോ തടിപ്പോ പുറത്ത് തോന്നുന്ന ഒരു വേദനയുള്ള ഒരു വ്യക്തിക്ക് സുഖപ്പെടുന്നു എന്നൊരു വചനമാണ് അച്ഛനന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അന്നത്തെ ദിവസവും സാധാരണ പോലെ ഓയിൻമെൻറ്റും തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ സഹോദരി പിന്നീട് ഉടമ്പടി വസ്തുക്കൾ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന രോഗസൗഖ്യമാണ് അന്നു മുതൽ ഇന്ന് വരെ ആ പുറംവേദന ഫീൽ ചെയ്തിട്ടേ ഇല്ല, അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടെന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ സ്വപ്നത്തിൽ ഡോക്ടർ എന്ന പോലെയാണ് ജോസഫ് അച്ഛൻ ഈ മകളോട് സംസാരിച്ചത്. അങ്ങനെയാണ് പല രോഗങ്ങളിൽ നിന്നും ഈ മകൾക്ക് സൗഖ്യം ലഭിച്ച് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടുതൽ മനസ്സിലാക്കുകയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ കൂടെ ഉടമ്പടി എടുത്ത നാൾ മുതൽ സാന്നിധ്യവും ഓരോ സംസാരത്തിലൂടെയും ഓരോ ഇടപെടൽ കൂടെയുമാണ് ഈ സഹോദരിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ കാര്യം 23 ലക്ഷത്തോളം ഉണ്ടായിരുന്ന കടബാധ്യതയായിരുന്നു. ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ലായിരുന്നു. ഇത്രയും വർഷങ്ങൾ ഇവർ കൃഷിപ്പണി ഉണ്ടായിരുന്നു, അതായത് കൃഷിയായത് ഏലക്കായും കുരുമുളകുമായിരുന്നു ഏറ്റവും വലിയ വരുമാനം. പക്ഷേങ്കിൽ ആ വർഷം, അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയും അമ്മയുടെയും കൂടെ നിന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ വർഷം അവർക്ക് നല്ല മെയിൻ ആദായത്തിൽ നിന്ന് നല്ലൊരു വിളവ് ലഭിക്കുകയും അവരുടെ എല്ലാ കടബാധ്യതകളും 9 മാസത്തിനുള്ളിൽ അത് കടം വീട്ടാൻ സാധിക്കുകയും ചെയ്തത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അസാധ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനയുമാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് അസാധ്യമായി തോന്നിയ ഈ കടബാധ്യതയാണ് ഈശോയും അമ്മയും പെട്ടെന്ന് തന്നെ ഈ വരുമാനത്തിൽ കൂടെ വരുമാനം കൂട്ടിയാണ് ഇവർക്ക് ആ കടം വീട്ടാൻ സാധിച്ചത്. പിന്നീടുണ്ടായിരുന്നത് കുഴൽക്കിണറിൻ്റെ കാര്യമാണ്. വെള്ളം വറ്റിയപ്പോൾ വീണ്ടും അവർ ഉപ്പിട്ട ആ മാത്രയിൽ തന്നെ ആ സമയത്ത് തന്നെയാണ് ഏതോ ഒരു വലിയ കല്ലിടുന്ന പോലെ ഇവർക്ക് ഫീൽ ചെയ്തത്. അതും ഈശോയുടെ അമ്മയുടെയും ഒരു വലിയ ഇടപെടലാണ്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഓരോരുത്തരും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥന ചൊല്ലി എന്ത് കാര്യം നമ്മൾ ചോദിച്ചാലും ഈശോയും അമ്മയും അത് കനിഞ്ഞു നൽകുമെന്നുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഓരോ ദിവസവും നമ്മൾ ഡെയിലി ബ്രെഡ് നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയുടെ ഇടയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട്, എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക എന്നാണ്. അങ്ങനെയാണ് ഈ മകളും അലമാരിയിൽ നിന്ന്
തനിക്ക് വേണ്ട ആഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് എന്തൊരു അത്ഭുതം എന്ന പോലെ അച്ഛനും അതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ ഈ മകള് അലമാരിയിൽ നിന്നെടുത്ത് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു. ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി, എന്തോ ഒരു അത്ഭുതം കാണിക്കുന്നുണ്ട്, അവർക്ക് കടബാധ്യത ആ സാധനം വിറ്റിട്ടായും അവരുടെ കടബാധ്യത മാറ്റാൻ സാധിക്കുന്നുവെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോൾ ഈ സഹോദരി പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ചെയ്തത്. അത് ഇവരുടെ കടബാധ്യത തീർക്കാനായിട്ട് ആ പാക്കറ്റിലുണ്ടായിരുന്ന ഏലക്കായും കുരുമുളകുമാണ് ഇവരെ സഹായിച്ചതും അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചതും ഈശോയിൽ അമ്മയിലുള്ള പൂർണ്ണ വിശ്വാസവും ജോസഫ് അച്ഛനോട് ചേർന്ന് നിന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈശോയോടും അമ്മയോടും പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവിടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവത്തെയാണ്, സംരക്ഷിക്കുന്ന ഒരു മാതാവിനെയാണ് നമ്മുടെ ഇവിടെ ജീവിതത്തിൽ കാണുന്നത്. അതുപോലെ തന്നെയാണ് മരം വീണപ്പോഴും ആ വീണ മരത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന പാമ്പിൻ്റെ ആ ശല്യവും അതിൽ നിന്നുള്ള സംരക്ഷണവും എല്ലാം ഇവിടെ ജീവിതത്തിലുണ്ടായിരുന്നത്. താഴോട്ട് നോക്കുക എന്നുള്ള ഒരു ശബ്ദം, അതായത് ഉടമ്പടി മക്കൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ്. ഉടമ്പടി ഒരു കരാർ മാത്രമല്ല, ഒരു ബന്ധമാണ്, ഒരു വിശ്വാസ യാത്രയാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും വേദനകളും എല്ലാ രോഗങ്ങളും എല്ലാം ഈശോയും അമ്മയും അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ മകൾക്കുള്ള പൂർണ്ണ സംരക്ഷണം ലഭിച്ചത്. പൂവിൻ്റെയും ഹാർട്ടിൻ്റെയും കുരിശിൻ്റെയും രൂപവും പിന്നെ മഴവില്ലും ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണാൻ സാധിക്കുന്നത്. സുഗന്ധാഭിഷേകവും അതുപോലെ തന്നെ. വിശ്വസിക്കുന്നവനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഒന്നും അവരെ ഉപദ്രവിക്കാതെ എപ്പോഴും അവരെ കാത്തു പരിപാലിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒരുപക്ഷെ ഈ സഹോദരിയെ പോലെ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കാൻ നമുക്കെല്ലാം മെറിറ്റുമുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മെറിറ്റ് ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ദൈവകൃപയും ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതവുമാണ് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി വിശ്വാസം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി പത്രികയും മറ്റുള്ളവർക്ക് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോഴാണ് ഇവിടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവ്, പുത്തൻ വഴികൾ ദൈവം തുറന്നു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ തീഷ്ണതയോടെ ഈശോയെ അമ്മയെ മഹത്വപ്പെടുത്തുവാനും കൃപകൾ ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും നമുക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിനി റെജിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ